എല്ലാവർക്കും നമസ്കാരം. അതൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. എഴുന്നേറ്റ് നിൽക്കാവുന്ന ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശകഃ. ഇരിക്കുക. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല നടത്തുന്ന ഈ അതിൻ്റെ ഒരു ലബിളിംഗ് വരുന്നു. ഓക്കെ. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല നടത്തുന്ന ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്, വാസ്തുശാസ്ത്രത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സിൻ്റെ അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. അപ്പം ഇതിൽ ആദ്യം ഈ കോഴ്സിനെ പറ്റി എനിക്ക് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ശരിക്കും ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു കോഴ്സല്ല ഇത്. കുറച്ച് വാസ്തുശാസ്ത്രത്തെ പറ്റി മുൻപ് പഠിച്ച ഏതെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്ത് പഠിച്ചവരോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, ഒരു ഫൗണ്ടേഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്. ബിഗിനേഴ്സിന് വേണ്ടിയുള്ളത് ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിപ്ലോമ കോഴ്സിൽ പോകുന്നത് പോലെ അതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിളിലൊക്കെ നമുക്ക് ചിലപ്പം പോയില്ലെന്ന് വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ള ആ ഒരു ഇതിലായിരിക്കും നമ്മൾ ഈ കോഴ്സ് പോകുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീടിൻ്റെ വാസ്തുപരമായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആയം വ്യയം യോനി അങ്ങനെ പല ആയാദി ഷഡ്വർഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവയം തുടങ്ങിയ പല കാര്യങ്ങളും അതിനകത്ത് വരും. അതൊക്കെ അറിയാവുന്നവരെയാണ് ഈ കോഴ്സിലേക്ക് ഉദ്ദേശിക്കുന്നത്. അത് എന്താണ് ആയം വ്യയം, മരണച്ചുറ്റം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വേണ്ടിയുള്ളൊരു കോഴ്സാണ് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരെ, ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം. ഇതിൽ തന്നെ ഇപ്പോൾ ഈ കോഴ്സിൽ വന്നിരിക്കുന്നവരിൽ കുറേ പേരെങ്കിലും ഈ ഡിപ്ലോമ കോഴ്സോടെ പഠിച്ചവർ ഇതിൽ ചേർന്നിട്ടുണ്ട്. അല്ലാത്തവരും കാണുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഈ കോഴ്സിൽ ആ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ഫൗണ്ടേഷൻ ബലത്തില്ല എന്നുണ്ടെങ്കിൽ, ബലമായിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എത്ര ഭംഗിയായിട്ട് അത് എത്ര ഉറപ്പായിട്ട് ഇപ്പം ബേസ്മെൻറ്റും ഭിത്തിയും റൂഫും മേൽക്കൂരയൊക്കെ ചെയ്താലും ആ വീടിന് അധികം നിലനിൽക്കില്ല. കാരണം ഫൗണ്ടേഷൻ മോശമായാൽ അത് ഇടിഞ്ഞു വീഴും. അപ്പോൾ അതുപോലെ വാസ്തുശാസ്ത്രത്തിലെ ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് ഡിപ്ലോമ കോഴ്സ്. പക്ഷെ ഇത് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ എല്ലാം ആയിട്ടുള്ളവർക്ക് മുകളിലോട്ട് കെട്ടിവരുന്ന, അപ്പോൾ ശരിക്കും ഇതിലാണ് അതിൻ്റെ ഫൗണ്ടേഷൻ ആരും കാണില്ല. വെളിയിൽ നിന്ന് വന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ കാണാനൊക്കില്ല. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ ഈ ഉള്ളത് കാണാനൊക്കില്ല. പക്ഷെ കാണുന്നത് ഈ അതിൻ്റെ പിന്നെ അധിഷ്ഠാനം അല്ലെങ്കിൽ ബേസ്മെൻറ്റ്, ഭിത്തി, മുകളിലോട്ടുള്ള റൂഫ്, ഇതൊക്കെ ആയിരിക്കും വെളിയിൽ നിന്നുള്ളവർ കാണുന്നത്. അപ്പോൾ ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ അതാണ്. അപ്പോൾ ഈ കോഴ്സ് അങ്ങനെ അതിനെ ഉദ്ദേശമാണ്. അതായത് ഈ മുകളിലോട്ടുള്ള കെട്ടാണ് നമ്മൾ ഈ കോഴ്സ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഫൗണ്ടേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ, ഇപ്പോൾ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്ന ഈ കോഴ്സിൽ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിവിഷനാണ്. കാരണം ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. പഠിച്ച എല്ലാം കംപ്ലീറ്റ് A to Z റിവൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള റിവിഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ കണക്കുകൾ, അങ്ങനെ കണക്ക് അങ്ങനത്തെയൊക്കെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യും. റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ
ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൻ്റെ സിലബസ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് ഞാൻ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ഇപ്പം ഇന്നത്തെ ക്ലാസ്സിസും ഒക്കെ കാരണം നിങ്ങൾ ഈ അടുത്ത ക്ലാസ് മിക്കവാറും ഒരു ക്ലാസ്സും കൂടെ ഒക്കെ ആയിട്ട് നമുക്ക് ശരിക്കുള്ള ഒരു ശരിയായിട്ടുള്ള ക്ലാസ് തുടങ്ങാനൊക്കെ ഇനിയും പലരും ജോയിൻ ചെയ്യാൻ കാണുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇപ്പം നമ്മൾ ഇന്ന് എന്തായാലും സിലബസ് തരും. ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൻ്റെ സിലബസ് ഇന്ന് തരും. അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് തരും. ബാക്കി ശരിക്കുള്ള ക്ലാസ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് തുടങ്ങുന്നത് മിക്കവാറും അടുത്ത ക്ലാസ് മുതലായിരിക്കും. കാരണം ഇനിയും പലരും ജോയിൻ ചെയ്യാൻ കാണുന്നുള്ള ഒരറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടണം. നിങ്ങൾ എന്താണ് ഈ കോഴ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളൊന്ന് പരിചയപ്പെടണം. പരിചയപ്പെടുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കുക. ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളിപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 24 പേരോളം 22 പേരോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്ന് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേരെന്താണ്, എവിടെയാണ് താമസിക്കുന്നത്, ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എവിടെ നിന്നാണ്, പിന്നെ ഈ കോഴ്സിൽ ചേരുന്നതിനുള്ള ഉദ്ദേശം എന്താണ്, നിങ്ങൾ ഇതിലുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും വാസ്തുവിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോഴ്സാണ്, എവിടെയാണ്, അങ്ങനെ വളരെ ചുരുങ്ങിയ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് തരിക. അപ്പോൾ അത് കാരണം ഞാൻ എന്നെപ്പറ്റി ആദ്യം പറയാം. എൻ്റെ പേര് കേശവദാസ്. ഞാൻ ഇതിൽ ശരിക്കും ആദ്യം ഞാൻ ഈ വാസ്തുവിലോട്ട് പ്രവേശിച്ചത്, വാസ്തുവിനെ പറ്റി മനസ്സിലാക്കിയത് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ നിന്നാണ്. അവിടുത്തെ 2ാമത്തെ ബാച്ചാണ് അവിടെ തുടങ്ങിയ അവിടുത്തെ ഇതിൽ. അവിടെ ഒരു 1 ഇയർ കോഴ്സ്, അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് PTA എന്നാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. കാരണം അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇതിനെപ്പറ്റി കാര്യമായ അറിവൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ പലരെക്കാളും ചിലപ്പം കുറഞ്ഞ ഒരു അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഈ അവിടെ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ അവിടുത്തെ 1 വർഷത്തെ പഠിത്തം കഴിഞ്ഞു. 1 വർഷത്തെ പഠിത്തം കഴിഞ്ഞിട്ടും എന്തോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഒരു പഠിത്തം ശരിയായി, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഉറച്ച ഒരു ഇതുണ്ടായി എന്ന് എനിക്കൊരു തോന്നലുണ്ടായില്ല. കാരണം അപ്പോഴും എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഐ ആം എഞ്ചിനീയറിംഗ്. ഞാൻ കൊല്ലം തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1969 എഞ്ചിനീയറിംഗ് പാസ്സായ ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റളവ്, ഈ വീടിൻ്റെ ചുറ്റളവിൽ കുറേ സെൻറ്റിമീറ്റർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്താൽ അതെങ്ങനെ നമ്മുടെ വരവിനെയും ചെലവിനെയും ബാധിക്കും. കാരണം ഇതിനകത്ത് ആയം വ്യയം എന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ആയം വ്യയം ഒക്കെ പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഈ ആയം എന്ന് പറഞ്ഞാൽ വരവുമായി ബന്ധപ്പെട്ടതാണ്, വ്യയം എന്ന് പറഞ്ഞാൽ ചെലവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായും ഒരു വീടിന് സാമ്പത്തികമായി അവർക്ക് മെച്ചമുണ്ടാകണമെങ്കിൽ ആയത്തേക്കാൾ വ്യയം കുറഞ്ഞിരിക്കണം. ആയത്തേക്കാൾ വ്യയം കൂടിയാൽ വ്യയാധിക്യ ദോഷം, ഒരു വാസ്തുദോഷമാണ് വ്യയാധിക്യ ദോഷം, ആയത്തേക്കാൾ വ്യയം കൂടിയിരിക്കുന്നത്. ആ വ്യയാധിക്യമുള്ള വീടുകളിൽ നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതൊക്കെ ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ് ശരിക്കും ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം പിന്നെ ഞാൻ എന്നെപ്പറ്റി പറഞ്ഞത്, അപ്പോൾ ഞാൻ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ, കാരണം ആ ഒരു എഞ്ചിനീയറിങ് ഇതുള്ളതുകൊണ്ടായിരിക്കാം മനസ്സിലുള്ളൂ, പൂർണ്ണമായിട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്തോ എനിക്കത് അത്ര 100% അത് കാരണം വാസ്തു കൈകാര്യം ചെയ്യുന്ന ആൾക്ക് അതിനോട് പൂർണ്ണ വിശ്വാസം വേണം. പൂർണ്ണ വിശ്വാസം ഇല്ലാതെ കൈകാര്യം ചെയ്താൽ അത് തന്നെ നമുക്കൊരു തലവേദനയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പക്ഷേ ഈ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ 1 കൊല്ലത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരു പൂർണ്ണത, പൂർണ്ണമായിട്ടും എനിക്ക് അവിടെ വിശ്വസിക്കാൻ എൻ്റെ മനസ്സിൽ സാധിച്ചില്ല. നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം. കാരണം ഇപ്പം ഞാൻ നേരത്തെ ഇപ്പം വീടിൻ്റെ ചുറ്റളവ് കുറേ സെൻറ്റിമീറ്റർ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മുടെ വരവിനെയും ചെലവിനെയും ബാധിക്കും. എൻ്റെ യുക്തി വെച്ച് ആലോചിച്ചിട്ട് എനിക്കത് അങ്ങോട്ട് പിടിക്കാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ ചുറ്റളവും എൻ്റെ വരവുമായിട്ട് എന്താണ് ബന്ധം, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ചെലവുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ നമുക്കത് തമ്മിൽ അങ്ങോട്ടൊരു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഇതെനിക്കുണ്ടായി. പിന്നെ ഞാൻ അതുകൊണ്ട് പിന്നീട് ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ വന്നിട്ട് ചെന്നൈയിൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫെങ്ഷുയി വാസ്തു, വളരെ ഇപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഇല്ല, ഒരു
എനിക്കൊന്ന് കോവിഡിൻ്റെ സമയം, കോവിഡല്ല, അതിന് ഒരു പ്രളയം, ആ പ്രളയം വന്ന സമയം വരെ അത് നല്ലപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പ്രളയത്തിന് അത് അവിടെയൊക്കെ വെള്ളം കയറി ഒരുപാട് ഒക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡയറക്ടറും അങ്ങനെയുടെ മകള് അമേരിക്കയിലായിട്ട്, അവരൊക്കെ അമേരിക്കയിലാണ് ഇപ്പോൾ സെറ്റിൽഡ്, ഇപ്പം ഇവിടെ ഇല്ല. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഇല്ല. ഞാനത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫെങ്ഷി വാസ്തു എന്നുള്ള അവിടെ നിന്നാണ് ഈ ചൈനീസ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഫെങ്ഷുയും അതുപോലെ ഇൻ്റഗ്രേറ്റഡ് വാസ്തു എന്ന് പറഞ്ഞാൽ സംയോജിത വാസ്തുശാസ്ത്രം, ഭാരതീയ വാസ്തുശാസ്ത്രവും ഫെങ്ഷുയും ഇതുപോലെ വേറെ പലതും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു വളരെ ഒരു ബ്യൂട്ടിഫുൾ മിക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിവിധ വാസ്തുശാസ്ത്ര തത്വങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ മിക്സ്ചറാണ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം. അതും ഈ ചൈനീസ് വാസ്തുശാസ്ത്രം എന്ന ഫെങ്ഷിയുമാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ എല്ലാവരും കേട്ട് കാണും ശ്രീ രവിശങ്കർ. അപ്പോൾ ശ്രീ രവിശങ്കർ അദ്ദേഹത്തിൻ്റെ പിന്നെ ആശ്രമത്തിൽ അവിടെ പ്രത്യേക ഈ വാസ്തുശാസ്ത്രം അതുപോലെ തന്നെ ജ്യോതിഷം അങ്ങനെ ഈ പൗരാണിക ഭാരതീയ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അതിന് പിന്നെ അവിടെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ അവിടുത്തെ ബേസിക് കോഴ്സിന് പിന്നെ അതിൻ്റെ ബേസിക് കോഴ്സും അതിൻ്റെ അഡ്വാൻസ് കോഴ്സിന് വാസ്തുശാസ്ത്രി എന്നാണ് പറയുന്നത്. ആ ബേസിക്കും അഡ്വാൻസും രണ്ടും അവിടെ പഠിച്ചു. അപ്പോൾ അതുകൂടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഓവറോൾ ഒരു ഐഡിയ തന്നെ വന്നത്. അപ്പോൾ ഇതെല്ലാം വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇതുള്ളത്, ഈ പഠിച്ചിട്ട് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പഠിച്ച കുറേ കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ പഠിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഈ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് ചില വീടുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ചുറ്റളവൊക്കെ അളന്നു നോക്കിയിട്ട് ആയത്തേക്കാൾ വ്യയം കൂടുതലാണെന്ന് കണ്ടു. അവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ വീട്ടുകാർക്ക്. ഞാനത് മാറ്റി, ഈ ആയത്തേക്കാൾ വ്യയം ഉള്ളത് എങ്ങനെയാണ് മാറ്റേണ്ടതൊക്കെ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാം. അതിനെപ്പറ്റി ഇപ്പോൾ പോകുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചില വീടുകൾ ഈ ആയത്തേക്കാൾ വ്യയം കൂടുതൽ കണ്ട സാമ്പത്തികമായി പ്രയാസമുള്ള ചില വീടുകളിലൊക്കെ അത് ശരിയാക്കി കൊടുത്തു. കാരണം ആയത്തേക്കാൾ വ്യയം കുറവ് വരത്തക്കോണം ആയത്തേക്കാൾ വ്യയം കൂടുന്നതിന് വ്യയാധിക്യ ദോഷം എന്ന് പറയും. അപ്പോൾ ഈ വ്യയാധിക്യ ദോഷം ഞാനിവിടെ മാറ്റിക്കൊടുത്തു. അങ്ങനെ മാറ്റിക്കൊടുത്ത എല്ലാ വീടും എക്സെപ്ഷനായിട്ട് സാധാരണ നമുക്കൊരു ഒരു 10 എണ്ണം ചെയ്യുമ്പം 2 എണ്ണം ശരിയായില്ലെങ്കിൽ 8 എണ്ണം ശരിയായാലും അത് സക്സസ് ആണ്. പക്ഷെ ഇവിടെ അതല്ല, ചെയ്ത എല്ലാ വീട്ടിലും ഒരെണ്ണം പോലും ഇല്ലാതെ കംപ്ലീറ്റ് 100% സ്ഥലത്തും അവിടെ അവർക്ക് സാമ്പത്തികമായ മെച്ചമുണ്ടായി. ഒരു ഇന്ന് നമുക്ക് ചെയ്താൽ നാളെ അങ്ങനെ അല്ല, ഒരു സാധാരണ ഒരു 6 months ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. മിനിമം 3 months എഫക്റ്റ് തുടങ്ങാൻ തന്നെ 3 months കൂടുതലെടുക്കും. ഒരു 6 months ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ വ്യത്യാസം സാമ്പത്തികമായിട്ടുള്ള അവർക്ക് പിന്നെ വ്യത്യാസം എനിക്ക് മനസ്സിലായത്. അത് ഒരു 3-4 വീടുകളിൽ തുടർച്ചയായിട്ട് അത് വന്നപ്പോൾ കാരണം നമ്മുടെ മനസ്സിൽ വിശ്വാസം വേണമല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ട്രൂത്ത്, ഇത് ട്രൂത്താണ്. അതെങ്ങനെ എന്നുള്ളത് എൻ്റെ കൺസെപ്റ്റിനപ്പുറമാണ്. എൻ്റെ ലോജിക്ക് വെച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഇപ്പോഴും എനിക്ക് ഈ ഒരു വീടിൻ്റെ ചുറ്റളവ് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കുറയ്ക്കുമ്പോൾ അതെങ്ങനെ വരവിനെ ബാധിക്കുന്നു, അത് പക്ഷെ ബാധിക്കുന്നു എന്നുള്ളത് എനിക്ക് അനുഭവങ്ങൾ കൂടി മനസ്സിലായി. കാരണം അപ്പോൾ നമ്മളുടെ ഇപ്പം നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു പ്രാർത്ഥന നടത്തി, ഭൃഗിർ അത്രി വസിഷ്ഠസ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 18 ആചാര്യന്മാരെ, വാസ്തുശാസ്ത്രത്തിൻ്റെ 18 ആചാര്യന്മാരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആ 18 ആചാര്യന്മാർ അവരുടെ തപശക്തി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഗാധമായ ആ ഒരു പിന്നെ മെഡിറ്റേഷനിൽ കൂടിയും തപസ്സിൽ കൂടിയൊക്കെ അവർ മനസ്സിലാക്കിയ ആ പ്രപഞ്ച രഹസ്യങ്ങളാണ് വാസ്തുശാസ്ത്രം എന്നുള്ള പേര് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി തന്നത് 100% ഫാക്റ്റാണ്, ട്രൂത്ത് ആണെന്ന് എനിക്ക് അനുഭവങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം കഴിഞ്ഞൊരു മോർ ദാൻ 25 years 25 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഫീൽഡിലോട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു വിശ്വാസം വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ശരിയായ വിധത്തിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിച്ചത്. കാരണം നമുക്ക് ഉള്ളത് ഈ ഒരു വാസ്തുശാസ്ത്രം, വാസ്തുശാസ്ത്രം എന്നല്ല, ഏത് ശാസ്ത്രമായാലും ജ്യോതിഷമായാലും അതല്ല പൗരാണിക ശാസ്ത്രങ്ങൾ തന്നെയല്ല, വിച്ചവറിറ്റീസ് എന്തോ ആയിക്കോട്ടെ, നമ്മൾക്ക് അതിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നമുക്ക് സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലാതെ ഇത് നല്ല പൈസ ഉണ്ടാക്കാൻ കൊള്ളാം, പൈസ അടിക്കാൻ കൊള്ളാം, നല്ലൊരു ഇതാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇതിന് പിന്നെ വാസ്തു നോക്കി ചെയ്യാനായിട്ട് ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡ് ഈ ഒരു
ഇതിന് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നമുക്ക് സാമ്പത്തികം മാത്രം നോക്കി ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആ പൂർണ്ണതയിലെത്താൻ പറ്റില്ല, ആ പൂർണ്ണമായ ഇതിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ എനിക്ക് ഇതെന്ന് പറഞ്ഞത് നമ്മളുടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ വാസ്തുവൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ ഡിപ്ലോമ കോഴ്സിലുള്ളവരുടെ അങ്ങനെ പറഞ്ഞൊന്നും വരില്ല. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയവരാണ് വാസ്തുവിനെ പറ്റി. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ നമ്മളുടെ കൈ ഇപ്പോൾ ഈ കൈ നമ്മൾ ഇങ്ങനെ വേണം കൈ വരാൻ, ഒരിക്കലും ഇങ്ങനെ വരരുത്. നമ്മൾ ഇങ്ങനെ വരുന്ന എന്തെങ്കിലും തരണേ എന്ന് ഭിക്ഷക്കാരാണ് നമ്മളിങ്ങനെ യാചിക്കുന്നത്. അപ്പോൾ എനിക്കെന്ത് കിട്ടും, ഈ വാസ്തുശാസ്ത്രം പഠിച്ചാൽ എനിക്കെന്ത് കിട്ടും എന്ന് പറയുന്നവരാൽ ആകരുത് നമ്മൾ. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, വാട്ട് ക്യാൻ ഐ ഡു ഫോർ അതേഴ്സ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിത്തം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അതിൻ്റെ കൂടെ നമുക്കും ആകാം, നമ്മുടെ കാര്യം ചെയ്യാം, എത്തുന്നില്ല. നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, അവരെ എങ്ങനെ നമുക്ക് അവരുടെ പ്രയാസങ്ങളെ എങ്ങനെ നമുക്ക് ദൂരീകരിക്കാൻ കഴിയും നമ്മളുടെ അതിനകത്ത് നിന്നുകൊണ്ട്. അത് ആ ഒരു ബോധം ഉള്ളവരായിരിക്കണം ഇതിൽ ശരിക്കും വരേണ്ടത്. കാരണം ഇതിലുള്ള വിശ്വാസം ഏറ്റവും പ്രധാനമാണ്. 3 കാര്യം ശരിക്ക് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത്, 1 നമുക്ക് ഇതിനകത്തുള്ള വിശ്വാസം, വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിനകത്തുള്ള വിശ്വാസം. 2 ആർക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് അവർക്കുള്ള വിശ്വാസം. ഇപ്പോൾ നമ്മൾ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളുടെ വീട്ടിൽ പോയി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു വിശ്വാസം ഉള്ള ആളുടെ വീട്ടിൽ പോയി ചെയ്യുന്ന ഗുണം കിട്ടില്ല. ഒരു എക്സാമ്പിൾ, നമ്മൾ ഡോക്ടറെ എടുക്കുക. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ ഡോക്ടറെ ഒന്നിനും കൊള്ളില്ല എന്നൊരു അഭിപ്രായം, ഒരു നമ്മുടെ വിചാരത്തോടെ ഇങ്ങനെയൊക്കെ ഒന്നും അറിഞ്ഞൂടെ, എന്നാലും പിന്നെ അങ്ങനെ ആ ഒരു വിചാരത്തോടെ ഒരു ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടർ എത്ര നല്ല ചികിത്സ ആയാലും നമുക്ക് പൂർണ്ണമായും ഫലം ചെയ്യില്ല. അതേസമയം ഒരു ഡോക്ടർ ഇങ്ങനെ ഏറ്റവും നല്ല ഡോക്ടറാണ്, അങ്ങനെ എത്രയോ ജീവൻ രക്ഷിച്ചിട്ടുള്ള ആളാണ്, ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ പോയാൽ ആ വിശ്വാസം തന്നെ ആ മരുന്നിൻ്റെ എഫക്റ്റിനേക്കാൾ കൂടുതലായിട്ട് ആ വിശ്വാസം നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇത് ആ വിശ്വാസം ഏറ്റവും പ്രധാനമാണ്. നമുക്ക് ഈ ശാസ്ത്രത്തിലുള്ള വിശ്വാസം, ഇത് ചെയ്യുന്നവർക്ക് ആർക്ക് വേണ്ടിയാണോ നമ്മൾ എന്തെങ്കിലും ഒരു കറക്ഷനൊക്കെ ചെയ്യുന്നത്, വാസ്തു ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത്, അവർക്ക് ഇതിലുള്ള വിശ്വാസം. ഇത് രണ്ടും പ്രധാനമാണ്. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണതയിലേക്ക് വരാനൊക്കൂ. അത് അവർക്കുള്ള വിശ്വാസം വരണം. വിശ്വാസം ഇല്ലാത്തവരുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ച നേരത്തെ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള പറ്റി പറയുകയാണ്. ഇതൊക്കെ പഠിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ കിട്ടാൻ വേണ്ടി യാതൊരു വിശ്വാസം ഇല്ലാത്ത ആൾക്ക് നമ്മളവിടെ പോയി ഇതിങ്ങനെയാണ്, അതൊരു ദോഷമാണ്, അങ്ങനെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യുക. അവർക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടായിരുന്നു, അങ്ങനെ അതിനകത്ത് ഇത് ദോഷമാണ്. അപ്പം അങ്ങനെ ശരിക്കും അവർക്ക് അത് വന്ന് നമ്മളുടെ അടുത്ത് അവർ അപ്രോച്ച് ചെയ്യുന്നിടത്ത് മാത്രമേ നമ്മൾ അങ്ങോട്ട് നമ്മുടെ സർവീസ് കൊടുക്കാവൂ. ഞാനിത് അവസാനം കൂടുതലായിട്ട് പറയും അതിനെപ്പറ്റി. ഈ കോഴ്സിൻ്റെ അവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പറയും. പക്ഷേ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള പറ്റി പറയുകയാണ്. കാരണം ഇത് നിങ്ങൾ അത് കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കോഴ്സിൽ നമ്മൾ ചേരാനായിട്ട്. നമുക്ക് ഈ ശാസ്ത്രത്തിൽ നമുക്ക് വിശ്വാസം വേണം. നമ്മൾ ചെയ്യുന്നിടത്ത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്ക് ഈ വിശ്വാസം വേണം. ആ 2 വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. ഈ വാസ്തുശാസ്ത്രം കൊണ്ട് അവർക്ക് കാര്യമായ പ്രയോജനം, അതല്ലേ അത് അർഹിക്കുന്ന പ്രയോജനം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിലും കുറച്ചൊക്കെ പ്രയോജനം കിട്ടിയെന്ന് വരാം, കുറച്ചൊക്കെ പ്രയോജനം കിട്ടും. പക്ഷെ അത് ശരിയായുള്ള പ്രയോജനം, അർഹിക്കുന്ന പ്രയോജനം, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകേണ്ട പൂർണ്ണമായ പ്രയോജനം കിട്ടണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണം. 1 വാസ്തു കൈകാര്യം ചെയ്യുന്നവർക്ക് അതിലുള്ള വിശ്വാസം, 2 ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്ക് ഇതിലുള്ള വിശ്വാസം. ഈ 2 വിശ്വാസങ്ങൾ ഉണ്ടെങ്കിലേ ഇത് പൂർണ്ണതയിലായിട്ട് വരുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ഒരു ചെറുതായിട്ട് ഞാൻ ഒരു പേരൊന്ന് വിളിക്കാം. അപ്പം അവരുടെ ചുരുക്കി ഇതിനകത്ത് കാണുന്ന അനുസരിച്ച് ഞാനൊന്ന് വിളിക്കാം. രാമാനന്ദൻ ഉണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്ത് പിന്നെ ഇത് ഓഫ് ചെയ്യുക, അതായത് പിന്നെ ക്യാമറ ഓൺ ചെയ്യാം. രാമാനന്ദൻ. നമസ്കാരം സാർ. നമസ്കാരം. പേര് രാമാനന്ദൻ പറഞ്ഞു. പേര് രാമാനന്ദൻ എന്നാണ്. സ്ഥലം ചോറ്റാനിക്കരയാണ്, എറണാകുളം ജില്ല. ഓക്കെ. ഞാൻ ഇങ്ങനെ ചെറിയ വീട്ടിൽ ഞാനും എൻ്റെ മകനും മാത്രമേ ഉള്ളൂ. അപ്പൊ ജ്യോതിഷം പഠിക്കാനാണ് തുടങ്ങിയത്. ജ്യോതിഷം പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ശകലം താല്പര്യമൊക്കെ തോന്നി. അപ്പൊ ഇപ്പൊ ഇതും കൂടി പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും ലാഭം കിട്ടുന്നോ അല്ലെങ്കിൽ ഇത് തൊഴിലായിട്ട് തുടർന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു തുടങ്ങി. ചേർന്നതല്ല, ചേർന്നപ്പോ ഒരു താല്പര്യമൊക്കെ തോന്നി. ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതിനെപ്പറ്റി നേരത്തെ എല്ലാം പഠിച്ചിട്ടുണ്ടോ? കോഴ്സിൽ പോയാൽ ഇപ്പൊ ഞാൻ സാറ് കഴിഞ്ഞ കോഴ്സിന് ഞാനുണ്ടായി.
കഴിഞ്ഞ കോഴ്സിൽ ഉണ്ടായയാളാണ്. അപ്പം ഡിപ്ലോമ കോഴ്സ് മനസ്സിലായി. ഓക്കെ, ഡിപ്ലോമ കോഴ്സ്. ഉണ്ടായിരുന്നു. ജ്യോതിഷത്തില് മറ്റേ ദേവപ്രശ്നം വരെയായി. അപ്പൊ അതിന് 3 കോഴ്സ് കഴിഞ്ഞു. അപ്പൊ വൈകിട്ട് ഇങ്ങനെ സമയം കളയാന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഒരു താല്പര്യമൊക്കെ ആയി, പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ തുടർന്ന് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വാസ്തുവിന്റെ ഡിപ്ലോമ കോഴ്സിനെ പറ്റി എന്താ അഭിപ്രായം? അത് കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒരു എന്താ അഭിപ്രായം? ഞാൻ പ്രതീക്ഷിച്ചാലും നല്ല കോഴ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് എനിക്കതിനാണ് പ്രത്യേക താല്പര്യം. തുടങ്ങിയപ്പോ ഉണ്ടായാലും കൂടുതൽ താല്പര്യം അത് തീരാറായപ്പോ ഉണ്ടായിരുന്നുള്ള. ഓക്കെ, ശരി. ഒപ്പം പഠിച്ച കുട്ടികളെക്കാളും കണക്കിൽ ഇച്ചിരി മെച്ചം ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തൊരു ശിവരാജൻ ആചാര്യാണോ അല്ലേ? ശിവരാജൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. നമസ്തേ സർ, നമസ്തേ. ഞാൻ യാത്രയിലാണ്, വണ്ടിയിലിരുന്നാണ് കേൾക്കുന്നത്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ഡിപ്ലോമ കോഴ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിനോട് വളരെ പ്രയോജനമുണ്ട്. ഞാൻ വാസ്തു കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അത് മതി. രാജേഷ്, ഫുൾ നെയിം രാജേഷ്. നമസ്തേ സാർ. നമസ്കാരം, പറയൂ. ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ കൊടകരയാണ് വീട്. ഡിപ്ലോമ ചെയ്തത് ഇവിടെ വാസ്തുഭാരതിയില് നിഷാന്ത് തോപ്പിന്റെ അടുത്താണ്. പിന്നെ പാരമ്പര്യമായിട്ട് നമ്മളിത് എല്ലാവരും തന്നെയാ ചെയ്യണേ. ശേഷം കാർപ്പൻട്രി സെക്ഷനില് നമ്മള് വിശ്വകർമ്മയിൽ തന്നെയാണ് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഇതിൽ വിട്ടതാണ്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വാസ്തുവിനെ പറ്റി അല്ലേ? ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതെ അതെ. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് വേദങ്ങളിലെ വാസ്തു എന്ന് പറഞ്ഞപ്പോ എനിക്കത് കൂടുതൽ ഡിപ്ലോമ കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ PG ചെയ്യണം, അങ്ങനെ കൂടുതൽ അറിയണം എന്നുള്ളൊരു ആഗ്രഹം. സാറിന്റെ ക്ലാസ് ഞാൻ മുന്നേ ഒരു തവണ കേട്ടു. അപ്പൊ ഡിപ്ലോമ ആയിരുന്നു അന്ന്. അപ്പോ PG ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ചോദിച്ചതാണ് PG ഉണ്ടോ. അപ്പൊ ഈ വർഷം തുടങ്ങുമ്പോൾ ചേരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ശരി, ഓക്കെ. രാജേന്ദ്രൻ നായർ പറഞ്ഞായിരുന്നല്ലോ. രാജേന്ദ്രൻ നായർ പറയൂ. രാജേന്ദ്രൻ നായർ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഞാന് കോട്ടയം പാമ്പാടിയിലാണ്. കൊട്ടിയം, ഓക്കെ. വീട്. ഞാനൊരു അധ്യാപകനായിരുന്നു, റിട്ടയറായി. അതിന് മുമ്പ് കുറച്ച് ജ്യോതിഷമൊക്കെ പഠിച്ചിരുന്നു. ഒപ്പം പിന്നെ കണിപ്പയ്യൂരിന്റെ അവരുടെ ഒരു കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വാസ്തുവിന്റെ. അതെ. അവിടെ കോഴ്സ് ചെയ്തതാണ് അല്ലേ? അതെ, ഒരു കോഴ്സ് കഴിഞ്ഞതാണ്. അതെ. അപ്പൊ ഇതിങ്ങനെ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ അങ്ങനെ ഈ കോഴ്സിൽ ഒന്ന് ചേർന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഒന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഞാൻ കുറച്ച് ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്, വാസ്തുവിനെ കുറേ ബുക്കൊക്കെ വായിച്ച് കുറെ ഇൻട്രസ്റ്റ് ഉണ്ട്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡിപ്ലോമ കോഴ്സ് ചേർന്ന് ആചാര്യ കോഴ്സ് ചേർന്ന് വിചാരിച്ചത്. അപ്പോൾ സാറിന് കഴിഞ്ഞ ദിവസം വിളിച്ചവും പറഞ്ഞു ആചാര്യ കോഴ്സ് ആകുമ്പോൾ ഇത് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് സാറിന് സംസാരത്തിൽ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇതിനിപ്പം നിൽക്കുകയാണ്. ഇനി ആചാര്യ കോഴ്സ് ചേരാമെന്ന് വിചാരിക്കുന്നു. അടുത്ത സോമനാഥ് ഉണ്ടല്ലോ അല്ലേ? സോമനാഥ് പള്ളിപ്പുറം ഇല്ല? സാർ ഹലോ. പറയൂ. സാറിന്റെ ശിഷ്യനാണ് ഞാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഡിപ്ലോമ ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോടാണ് സ്ഥലം, കോഴിക്കോട്. ശരിക്കും വീട് മലപ്പുറമാണ്, കോഴിക്കോടാണ് താമസമുള്ളത്. ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യാണ്. പിന്നെ വാസ്തുശാസ്ത്രത്തിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ അത് ഒരു നിമിത്തമായിട്ട് തന്നെ പറയാൻ പെട്ടെന്ന് കയറിയതാണ്. പിന്നെ അത് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ഇതുണ്ടായി. അങ്ങനെയാണ് ഇതിലൊക്കെ ചേരുന്നത്. പക്ഷേ സോമനാഥ്, എനിക്ക് തോന്നുന്നു അവസാനമായപ്പം ഇല്ലായിരുന്നു തോന്നുന്നു കോഴ്സിൽ. കുറച്ച് കോഴ്സിൽ ആദ്യമൊക്കെ കറക്റ്റായിട്ട് വന്നിരുന്നു, അവസാനം കുറച്ച് അല്ലേ? അല്ല സാർ, ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റും ഉണ്ട് സാർ. ഞാൻ ഒരു ക്ലാസ്സിട്ട് ഞാൻ ഇതായിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ സാറേ. വേണുഗോപാൽ പിള്ളൈ അൺമ്യൂട്ട് ചെയ്ത് പറയാം. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അവസാനം പറയാം. അമ്പിളി അൺമ്യൂട്ട് ചെയ്ത് പറയാം. അമ്പിളി. നമസ്കാരം സാർ. എന്റെ പേര് അമ്പിളി.
എറണാകുളം ജില്ലയില് കാലടിയിലാണ് വീട്. ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ട് ഇവിടെ തൃശ്ശൂര് വാസ്തുഭാരതിയിലെ നിഷാൽ സാറിന്റെ അടുത്ത് 1 ഇയർ ഡിപ്ലോമ പഠിച്ച്. പിന്നെ ഇതിനോട് നല്ല താല്പര്യമുണ്ട്. അപ്പൊ ഇനി അടുത്ത PG ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് പഠിക്കണം എന്ന് ആഗ്രഹം. അനിൽകുമാർ. സാറേ നമസ്തേ, വേണുഗോപാല. പറയൂ. മുമ്പേ സ്ട്രക്ക് ആയിപ്പോയി, അതുകൊണ്ടായിരുന്നു സാറേ. ഞാന് ബേസിക്കലി എനിക്ക് ഇതിന്റെ ഒരു ബേസ് ഇല്ല. എനിക്ക് പഠിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യാന്ന് വെച്ചത്. കുറച്ചുകൂടെ ക്ലിയർ ആവുന്നില്ല സാർ. എനിക്ക് ഇതിനകത്ത് വാസ്തുവിലൊരു ബേസിക് ഐഡിയ എനിക്കില്ല. പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം സാറ് പറഞ്ഞ പോലെ ഇപ്പം PG ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബേസിക് അറിഞ്ഞിരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് സാറ് അതിന്റെ ബിഗിനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും വാസ്തുവിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഈ അഡ്വാൻസ്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ പ്രയാസമായിരിക്കും. ഈ ഒരു ബേസിക് ഐഡിയ ഉള്ളവർക്ക് മനസ്സിലാവുന്ന പോലെ മനസ്സിലായില്ല എന്ന് വരും. ശരി സാർ, ശരി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഇത് ഡിപ്ലോമ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ കഴിഞ്ഞ തവണ ചില ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടിനും. പക്ഷെ അതിന് കുറച്ചുകൂടെ എക്സ്പെൻസും കൂടും, പഠിക്കാൻ കൂടുതൽ സമയം പറ്റും. 2 കോഴ്സും കൂടെ ഒരുമിച്ച് ചേരുന്നുണ്ട്. അതായത് ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും കൂടെ ഒരുമിച്ച് ചേർന്നപ്പം അപ്പോൾ ആ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവുകയും ചെയ്യും, അത് അഡ്വാൻസ് ആയിട്ട് പഠിക്കുകയും ചെയ്യും. അത് രണ്ടും കൂടെ. പക്ഷെ അങ്ങനെ അതിനുള്ളത് ഒന്ന് പഠിക്കാൻ കുറച്ചുകൂടെ കൂടുതൽ സമയം നമുക്ക് എടുക്കും. 2 കോഴ്സുകൂടെ പഠിക്കുന്നുണ്ട്. 2 അതിന്റെ ഫീസ് കൂടും. 2ന്റെ ഫീസ് കൊടുക്കേണ്ടി വരും. തീരുമാനിച്ചിട്ട് ഞാൻ സാറിനെ വിവരം അറിയിക്കാം സാർ. എനിക്ക് ഡയറക്ടർ ഏതിലാ താല്പര്യം? 2ലും താല്പര്യമുണ്ട്, 2ും ചേരാം. ഇല്ല എങ്കിലും ഒന്നി മാത്രമാണെങ്കിൽ അത് ചേരുക. ഒന്നി മാത്രമാണെങ്കിൽ ബേസിക് ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഡിപ്ലോമ കോഴ്സിൽ ചേർന്നിട്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ രണ്ടും കൂടെ ചേരേണ്ടി വരും. രണ്ടിനും കൂടെ ചേരുന്ന രീതി പറ്റുന്ന രീതി. അടുത്ത അനിൽകുമാർ പറഞ്ഞായിരുന്നോ? ഇല്ല സാറേ, ഞാൻ കവടിയാറാണ് താമസിക്കുന്നത്. ഡിപ്ലോമ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. ഓക്കെ. അടുത്തത് അഞ്ജലി വിജയൻ. നമസ്കാരം സാർ, എന്റെ പേര് അഞ്ജലി. ഞാൻ കൊല്ലത്ത് തഴുത്തലയാണ് താമസം. ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഡിപ്ലോമ പോളിടെക്നിക് കഴിഞ്ഞ് ബിടെക് ചെയ്തതാണ്. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ 6 വർഷമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് വീടിന്റെ പ്ലാന്, പിന്നെ എസ്റ്റിമേഷൻ, സെക്ഷൻ 3D ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ. പോളിടെക്നിക്കും ബിടെക്കും 2 സിവിൽ തന്നെയാണ് ചെയ്തത്. അപ്പൊ 6 വർഷമായിട്ട് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട്, പ്ലാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പൊ കുറച്ച് നാളായിട്ട് വാസ്തുവും കൂടി പഠിക്കണം എന്നുണ്ട്. നമ്മൾ ഈ പ്ലാൻ ഒക്കെ വരച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ്, എന്തിന്റെ സ്ഥാനം എവിടെയൊക്കെ വേണം, പിന്നെ ഈ മധ്യസൂത്രം, അതൊക്കെ കുറച്ച് ബേസിക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് അത് വെച്ചിട്ടാണ് പ്ലാൻ വരച്ചത്. അപ്പൊ കുറച്ചായിട്ട് ഈ നമ്മുടെ വാസ്തു പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്കൊരു കുഞ്ഞുള്ളത് കാരണം എവിടെയും പോയി പഠിക്കാനുള്ള ഒരു അവസരം കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കിട്ടിയില്ല. ഇപ്പോഴാണ് ഈ സെന്ററിൽ ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഡിപ്ലോമ കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല വാസ്തുവിന്റെ. പിന്നെ ഈ ഇത്രയും നാൾ വരച്ചപ്പം ഈ ബുക്കൊക്കെ റെഫർ ചെയ്ത് അങ്ങനത്തെ കുറച്ച് നോളജ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പിന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ തിയറിയും, PG ആണെങ്കിൽ തിയറിയും പ്രാക്ടിക്കലും 2ഉം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ PG ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ഇത് തന്നെ വർക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇത് വാസ്തു കൺസൾട്ടൻസിയും കൂടി ചെയ്യണം എന്നുണ്ട് എന്റെ ജോലിയുടെ ഭാഗമായിട്ടേ. അപ്പൊ 2ഉം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാന്ന് വെച്ചിട്ടാണ് ഞാൻ PGക്ക്. അഞ്ജലി അല്ലേ? ഗിരീഷ്. നമസ്കാരം സാർ. നമസ്കാരം. സ്വദേശം പാലക്കാടാണ്. ഞാൻ പാരമ്പര്യമായിട്ട് വിശ്വർമ്മജനാണ്. മുത്തശ്ശനൊക്കെ കുറ്റിയടിക്കുന്ന ആളാണ്. കാണിപ്പയ്യരുടെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ വേറൊരു ഗുരുനാഥൻ്റെ കൂടെ കുറെ കാലം ഫീൽഡിൽ പോയിട്ടാണ് കുറെയൊക്കെ പഠിച്ചത്. അപ്പോൾ വാസ്തു കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഈ കോഴ്സും കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ്.
ഓക്കെ. ഇനി ഹരിദാസൻ തയ്യിൽ. ഹരിദാസൻ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ വയനാടാണ്. ആ, കൺസ്ട്രക്ഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ വാസ്തുപരമായിട്ട് പൂർണ്ണമായിട്ട് അറിയില്ല, എന്നാലും വാസ്തുയെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് അറിയാന്ന് വിചാരിച്ച് ഞാൻ മുമ്പ് ഇതിന്റെ ഡിപ്ലോമ കോഴ്സിൽ ചേർന്ന് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആണോ? അതെ അതെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആ ഗ്രൂപ്പിലാണ് ഇപ്പൊ വീണ്ടും ഇത് വന്നപ്പോ ഒന്ന് കയറിയത്. അന്നത്തെ ആ ഗ്രൂപ്പിൽ ഞാൻ കയറിയിരുന്നു. എത്ര നാളുണ്ടായിരുന്നു? ഞാൻ 2 ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തുള്ളൂ, തുടർന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. 2 ക്ലാസ് ബിഗിനിങ് ആയുള്ളൂ, ജസ്റ്റ് അത്രയൊക്കെ ആയുള്ളൂ. അതെ അതെ, ഇതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാർ. അപ്പം ഇതിപ്പം വന്നു കഴിഞ്ഞാൽ അത് പിക്കപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകിൽ ഡിപ്ലോമ കോഴ്സ് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഡിപ്ലോമ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് രണ്ടും കൂടെ. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ പ്രയാസമായിട്ട് വന്നെന്ന് വരാം. ഞാൻ 1-2 ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് അറ്റൻഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ മറ്റേ കൂടെ പിന്നെ 1-2 ക്ലാസ് ഡിപ്ലോമയും കൂടെ അറ്റൻഡ് ചെയ്യാം. ഈ അടുത്ത ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയുടെ 2nd ജൂണിന് മറ്റോ ആണ്. 2nd ജൂണിനോടെ അത് കഴിഞ്ഞാൽ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ആയിരിക്കും. ഡിപ്ലോമയോ രണ്ടിലേതെങ്കിലും ഒന്ന് തേഴ്സ്ഡേ മറ്റോ ഫ്രൈഡേ ആയിരിക്കും. അല്ല, അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ വസ്തുപരമായി ദോഷം ഇങ്ങനത്തെ കാര്യം പൂർണ്ണമായിട്ടും അറിയില്ല എന്നുള്ളൂ. കാരണം നമ്മൾ ഇതിന്റെ പ്ലാനും ഇതൊക്കെ ചെയ്യുമ്പോഴേ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യും. അത് തീരുമാനിക്കുക. അപ്പൊ കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ പറഞ്ഞത്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള പ്രയാസം വരരുത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ സാർ. അടുത്തത് ജയകുമാരൻ പിള്ളൈ. ജയകുമാരൻ പിള്ളൈ ഇല്ലേ? ജയകുമാരൻ പിള്ള. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കുണ്ട്ര കൊല്ലമാണ്. കൊല്ലം ജില്ലയിലെ കുണ്ട്രയാണ് സ്ഥലം. ഒരു വീടിന്റെ സംബന്ധമായിട്ട് വന്ന് അന്നാണ് സാറിനെ പരിചയപ്പെടുന്നതും സാറിന്റെ ക്ലാസ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നതും. അങ്ങനെ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു. പിന്നെ മുന്നത്തെ വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയിലെ കോഴ്സിൽ ഞാനൊരു 8-9 മാസം ഉണ്ടായിരുന്നു. എനിക്ക് എക്സാം ഒന്നും എഴുതാൻ കഴിഞ്ഞില്ല. അപ്പൊ വീണ്ടും ജോയിൻ ചെയ്തതാണ്. ഓക്കെ സാർ. അപ്പം അന്ന് പഠിച്ചൊക്കെ മറന്നോ, അതോ ഓർമ്മയുണ്ടോ അവരൊക്കെ? ഓർമ്മയുണ്ട് സാർ, ഓർമ്മയുണ്ട്. ഓക്കെ. ജയൻ രവി. സാറേ ഞാൻ ജയൻ. ഓക്കെ, പറയൂ സാറേ. തിരുവനന്തപുരത്താണ്. ഞാൻ കഴിഞ്ഞ ഡിപ്ലോമ ക്ലാസ്സിലുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ഒരു ഗവൺമെന്റ് സർവന്റ്. എക്സാമിനേഷൻ എഴുതിയായിരുന്നോ ഡിപ്ലോമയുടെ? എക്സാം ആയില്ലല്ലോ. ഡിപ്ലോമയുടെ കഴിഞ്ഞല്ലോ. ഡിപ്ലോമയുടെ ക്ലാസ് കഴിഞ്ഞോ? ഇല്ല സാർ, ഞാൻ ക്ലാസ് കഴിഞ്ഞോളൂ, എക്സാം നടന്നില്ല. എക്സാമിനേഷൻ ആയില്ല. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ശരിയാണ്. ഓക്കെ, ശരി. ഓക്കെ. ലൈജു. നമസ്കാരം. എന്റെ വീട് മൂവാറ്റുപുഴയാണ്. ഞാൻ ഒരു വിശ്വകർമാവാണ്. ഞാൻ ഡിപ്ലോമ നിശാന്ത് തോപ്പിൽ സാറിന്റെ അടുത്ത് ഡിപ്ലോമ കഴിഞ്ഞതാണ്. പിന്നെ പാരമ്പര്യമായിട്ട് നിശാന്ത് തോപ്പിൽ തൃശ്ശൂര്. നിശാന്തിന്റെ. ഓക്കെ, പറയൂ. പൗരാണിക വാസ്തുശാസ്ത്രം പഠിക്കുന്നുണ്ട് ഈ കൂടുതല്. പിന്നെ ഞാൻ വാസ്തുവിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സ്ഥാനം കാണാൻ പോകണ്ട്, കുറ്റി അടിക്കണ്ട്, പിന്നെ അത്യാവശ്യം കണക്കും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ നിശാന്തിന്റെ ക്ലാസ്സില് പിന്നെ ഈ സ്ഥാനം കാണുന്നത് അതിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നുണ്ടോ? ആദ്യം ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല, അത് നമ്മൾ ചെയ്യുന്നതല്ല. നിശാന്തിന്റെ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഏതാ സാറേ? നിശാന്തിന്റെ ക്ലാസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ? അതായത് പിന്നെ ഈ ഉത്തമമായ നീളം വീതിയും കാൽക്കുലേഷൻ ഇതെല്ലാം ഉണ്ടായിരുന്നോ? കാൽക്കുലേഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിന്റെ പിന്നെ സ്ഥാനം കാണുന്നതിന്റെ കാൽക്കുലേഷൻ അതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. ഞാൻ ഇങ്ങനെ മുമ്പൊരു സ്കൂളിൽ അറ്റൻഡ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒന്നും ഇല്ല, അതുകൊണ്ടാണ് വന്നതൊക്കെ പറഞ്ഞത്. എനിക്കറിയില്ല അതുകൊണ്ടോന്ന്. അപ്പൊ അങ്ങനെ വേറൊരു സ്റ്റുഡന്റ് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് അതിനകത്ത് കൂടുതലായിട്ട് ഇല്ലാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. അതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ശരി. ഓക്കെ.
അപ്പം പ്രവീൺ പെരുമന ഇതാ വല്ലതും പറഞ്ഞോ, പറയൂ. ഹലോ, ഓക്കെ പ്രവീൺ. സാറേ ഞാൻ കോഴിക്കോടാണ്, വടകര വീട്. ഞാൻ വാസ്തു ഭാരതി എന്ന് 1 ഇയർ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാസ്തു ഭാരതി എവിടെയുള്ള? അവിടെ കോഴിക്കോടാണോ? അല്ലല്ല, അത് നിശാൻ തോപ്പിന്റെ തന്നെ. അത് തന്നെ. ഓക്കെ ഓക്കെ, ശരിയാ. അതുപോലെ തന്നെ വാസ്തു അക്കാദമിയിൽ നിന്ന് വാസ്തു ആചാര്യയും വാസ്തുഭൂഷണവും കഴിഞ്ഞിട്ടുണ്ട്. വാസ്തു അക്കാദമി എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ള വാസ്തു അക്കാദമി ആണോ? അതെ അതെ. ഓക്കെ. പിന്നെ ഒന്നുകൂടി പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ വന്നതാ. ശരി ശരി, ഓക്കെ ശരി. പ്രവീൺ. പുലരി ഫ്ലവർ ഷോപ്പ് ആരാണ്? പുലരി ഫ്ലവർ ഷോപ്പ് എന്ന ആരാണത്? ഹലോ, ഉണ്ടോ? പേരെന്താണ്? പേരെന്താണ്? കേട്ടില്ല. വിശ്വറാണി. ഓക്കെ, പറയൂ. ഹലോ, പറയൂ. പത്തനംതിട്ട ഓമല്ലൂര്. ഞാൻ ഇത് ഫേസ്ബുക്കിൽ വഴി ഇതിന്റെ പരസ്യം കണ്ടിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ വന്നതാണ്. അപ്പൊ ആദ്യത്തെ ഒരു ക്ലാസ് എല്ലാത്തിന്റെയും കണ്ടായിരുന്നു. അപ്പൊ പിന്നെ വാസ്തുവിനെ കുറിച്ച് കുറച്ചൊക്കെ ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല, ചെറിയ ബേസിക് തിയറി ഒക്കെ അറിയത്തുള്ളൂ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഇതിൽ നിന്ന് പറഞ്ഞായിരുന്നു എല്ലാ ക്ലാസ്സും ഒന്ന് കയറി നോക്കാൻ പറഞ്ഞു. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ബേസിക് ഐഡിയ ഇല്ലാതെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലാകുമ്പോൾ ചിലപ്പം അത് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് പക്ഷെ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും അത് പഠിച്ചാന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആകാം. അത്രേ ഉള്ളൂ. ഓക്കെ. രാജേന്ദ്രൻ നായർ പറഞ്ഞായിരുന്നോ? നേരത്തെ പറ. രാജേന്ദ്രൻ നായർ. ഹലോ, ഞാൻ പറഞ്ഞതാ സാറേ. പറഞ്ഞ. രാജേഷ് അശോകൻ. ഞാൻ പറഞ്ഞ തൃശ്ശൂർ പഠിച്ചു. ഓക്കെ ഓക്കെ. രാമാനന്ദൻ പറഞ്ഞാണ്. രാജേന്ദ്രൻ പിള്ള. യെസ് സാർ, നമസ്കാരം സാർ. സാറേ, പഴയ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന വാസ്തു ഡിപ്ലോമയ്ക്കും PG ഡിപ്ലോമയൊക്കെ ഉണ്ടോ? PGയുടെ പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഓർമ്മയുണ്ട? സാറ് ഉഗ്ര ക്ലാസ് ആണ് സാറേ. എല്ലായിടത്തും ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. ക്യാമറ ഓൺ ചെയ്ത് എനിക്ക് സാറേ, പിന്നെ നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കൊല്ലമാണ്. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ്. ഈ കുറ്റിയടിക്കുന്നത് കാണുന്നതും അതിന്റെ ദോഷങ്ങൾ കണ്ടിട്ട് പരിഹാരം, നമ്മുടെ ഈ PG കോഴ്സിൽ ദോഷങ്ങളുടെ പരിഹാരങ്ങൾ പറയുന്നില്ലേ സാറ്, അത് വളരെ എഫക്റ്റീവ് ആണ്. നല്ല രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല, എന്നാൽ പോലും എനിക്കത് വളരെ ഇതായിട്ട് ഇതിന്റെ പുറകെ കുറെ നാള് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ്. നേരത്തെ ഏതെങ്കിലും വേറെ ആരുടെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അതോ വായിച്ചുള്ളോ? നേരത്തെ ഞാൻ 2-3 കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാറേ. മറ്റേ വാസ്തു അക്കാദമിയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നടത്തുന്ന വേറൊരു കോഴ്സില്ലേ, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് കൂടുതൽ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ പിടികിട്ടിയതും മനസ്സിലാക്കിയതും. ഞാൻ ഇനി എന്റെ PGയുടെ പരീക്ഷ എഴുതാമെന്ന് വിചാരിച്ചാണ്. അപ്പൊ ഞാൻ ലാൽ സാറുമായിട്ട് സംസാരിച്ചായിരുന്നു അവിടെ വന്നപ്പോഴേ. പിന്നെ നോക്കട്ടെ, അടുത്ത ട്രിപ്പ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി ബാക്കി പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കി ശരിയാക്കാം. പിന്നെ ആചാര്യ കോഴ്സ് സാറ് തുടങ്ങുന്നുണ്ടല്ലോ? നോക്കാം. ഞാൻ നോക്കട്ടെ. ഇച്ചിരി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാ കുഴപ്പമില്ല. റിട്ടയർഡ് SI ആണ്, സ്പെഷ്യൽ ബ്രാഞ്ച്. സാറ് നമ്മളെ കണ്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. കാണാം. സാറിന് നല്ല ക്ലാസ്സാണ്. നല്ല ക്ലാസ്സാണ്. അടുത്ത പരീക്ഷ ഞാൻ അറ്റൻഡ് ചെയ്യാം. ശരി സാറ്. ശരി സാർ. ഷീജ സാലു. നമസ്തേ സാർ. നമസ്തേ. ഞാനും റിട്ടയർഡ് ആണ്. വാസ്തുഭാരതിയുടെ 1 ഇയർ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്. ബേസിക് ഫെങ്ഷുയി ചെയ്തിട്ടുണ്ട്. പിന്നെ വാസ്തുഭാരതിയുടെ ഒരുമാതിരിപ്പെട്ട കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബേസിക് ഫെങ്ഷുയി ചെയ്ത് എവിടുന്നാണ്? സുരേഷ് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടല്ലോ, എറണാകുളത്താണോ? അല്ലേ? കൊല്ലം ജില്ലയാണല്ലോ, അഞ്ചൽ. സുരേഷ്. അതെ. ശരി ശരി, ഓക്കെ. ശിവരാജൻ ആചാര്യ പറഞ്ഞായിരുന്നോ? ശിവരാജൻ. നമസ്തേ സാർ, ഞാൻ പറഞ്ഞിരുന്നു. സംശയം. ഓക്കെ. സ്മിത. നമസ്കാരം സാർ.
ക്യാമറ ഓൺ ചെയ്യും. ക്യാമറ ഓൺ ചെയ്യും. ഓക്കെ, പറയൂ. തൃശ്ശൂർ ജില്ലയാണ് വീട്. വാസ്തുഭാരതിയിലാണ് ഡിപ്ലോമ കഴിഞ്ഞത്. കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് PG ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്തത്. ഓക്കെ, ശരി. സോമനാഥ് പള്ളിപ്പുറം പറഞ്ഞല്ലോ. സോമനാഥ് പറഞ്ഞു. വനജ ലക്ഷ്മിക്കുട്ടി. നമസ്കാരം സാർ. ക്യാമറ ഓൺ ചെയ്തു. ഓൺ ആവണില്ല സാർ. പറഞ്ഞോളൂ. ശരി, ഓക്കെ. ഞാന് കഴിഞ്ഞ ഡിപ്ലോമ ക്ലാസ്സിലുണ്ടായിരുന്നു. PG തുടങ്ങിയപ്പോ ചേർന്നു. ഹലോ, പറഞ്ഞോളൂ. സാറേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു, ഡിപ്ലോമ ക്ലാസ്സിലുണ്ടായിരുന്നു സാറിന്റെ. PG തുടങ്ങിയപ്പോ തുടരണമെന്ന് തോന്നി, ചേർന്നു. ഓക്കെ, ശരി. അടുത്ത വിജയൻ കെ. വിജയൻ കെ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ തൃശ്ശൂരാണ്, ഇളനാട്. ഞാൻ തൃശ്ശൂർ വാസ്തുഭാരതിയിൽ നിന്ന് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് വാസ്തുവില് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. വാസ്തുഭാരതിയിൽ തന്നെ ശാസ്ത്രത്തില്. പിന്നെ ഇവിടെ തന്നെ ആദർശ് സാറിന്റെ ക്ഷേത്ര വാസ്തുവില് ചേർന്നിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാന് കൺസ്ട്രക്ഷൻ വർക്കിലാണ്. സാറിന്റെ തന്നെ, ലാൽ സാറിന്റെ കയ്യിൽ തന്നെ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോ വാസ്തു നോക്കുന്നുണ്ട്, വാസ്തു കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ PG എടുക്കണം എന്നുള്ള താല്പര്യത്തില് ചേർന്നു. മറ്റേ ഇനി ചോദിക്കാത്ത ആരെങ്കിലും പറയാത്തവരുണ്ടോ? പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരും ഇല്ലല്ലോ. ആരും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സംസാരിച്ചതിൽ കൂടുതൽ പേർക്കും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലായി. മറ്റു പല കോഴ്സുകളിലുമൊക്കെ കുറച്ച് പഠിച്ചവരാണ്. പക്ഷെ ഏതെങ്കിലും ഇപ്പോൾ എൻ്റെ കോഴ്സായാലും മറ്റൊരു കോഴ്സായാലും ആരുടെ കോഴ്സായാലും ഒരു കോഴ്സിൽ ചേർന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് പഠിച്ചു എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ കോഴ്സ് കഴിഞ്ഞവർ വരെ കാര്യമായിട്ട് അറിവില്ലാത്തവരുണ്ട്. കാരണം ഈ കോഴ്സ് എന്നൊക്കെ പലരും ചെയ്യുന്ന വെച്ചാൽ ചില ക്ലാസ്സിൽ കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ പല ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യില്ല, ശരിക്കൊരു ഫോളോ അപ്പ് ഇല്ലാത്ത തോതിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഈ ഒരു സിൻസിയറിറ്റി അതായത് ഒരു ആത്മാർത്ഥമായ ഒരു പഠിക്കാനുള്ളൊരു താല്പര്യം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ ആദ്യം ഇപ്പൊക്കെ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ കുറേ കഴിയുമ്പോൾ നിങ്ങളെ വിട്ടുപോകും, മറന്നുപോകും. അപ്പോൾ ഏതായാലും ഞാൻ ഇതിനെപ്പറ്റി ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്തവർ ഒന്നുകിൽ ഡിപ്ലോമ കോഴ്സിൽ ചേരണം, അല്ലെങ്കിൽ ഡിപ്ലോമയും രണ്ടും കൂടെ നമുക്ക് സമയം പഠിക്കാനുള്ള സമയവും അറ്റൻഡ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഫീസും കൊടുക്കാനുള്ള ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ചെയ്തവരുണ്ട്. അതായത് ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും ഒരുമിച്ച് ചെയ്തവരുമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേത് എന്തെങ്കിലും മനസ്സിലായാലും മറ്റേ ഡിപ്ലോമ കോഴ്സിൽ ആ ഭാഗം വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അപ്പോൾ ആ ഒരു ബേസിക് കോഴ്സിൽ ഉള്ളവരുടെ ഒരു അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എല്ലാവർക്കും നേരത്തെ വലിയ സ്വാഗതം. ഇവിടെ നമുക്ക് ഈ ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുമായിട്ടുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, ഡിപ്ലോമ കോഴ്സ് ഏതാണ്ട് 100% തിയറി ഓറിയൻറ്റഡ് ആണ്. വാസ്തുവായിട്ട് ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ ആയം വ്യയം അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്താണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് തിയറിറ്റിക്ക്, അതായത് ഒരു ഫൗണ്ടേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉറപ്പിക്കുക, അതാണ് ഈ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത്. ആ ഫൗണ്ടേഷൻ ഉറച്ചവർക്ക് വേണ്ടി വീണ്ടും നമ്മൾ കൂടുതലായിട്ട് ആക്ച്വൽ ആപ്ലിക്കേഷൻ, നമ്മൾ പഠിച്ച തിയറിയുടെ ആക്ച്വൽ ആപ്ലിക്കേഷനാണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ. അല്ലാതെ ചില തിയറി വരുന്നുണ്ട്, ചിലതൊക്കെ പുതിയതായിട്ട് നിങ്ങൾ ഡിപ്ലോമ കോഴ്സിൽ പഠിക്കാത്ത ചില കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും അത് മെയിൻ ഇതിൻ്റെ ഉദ്ദേശം നേരത്തെ നമ്മൾ പഠിച്ച ബേസിക്കിൽ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് കൂടുതലായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബേസിക് ഒരു ഉറപ്പുള്ളതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ പിന്നെ ഇതുള്ളത്, ഇപ്പോൾ ഇതിൽ പഠിക്കാനായിട്ട് ഡിപ്ലോമ കോഴ്സിൽ നിങ്ങൾക്ക് പ്രത്യേക പുസ്തകമുണ്ട്. 3 പുസ്തകം ഞാൻ തന്നെ എഴുതിയതാണ്. 3 പുസ്തകമുണ്ട്. ഡിപ്ലോമ കോഴ്സിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഈ 3 പുസ്തകത്തിൽ കവർ ചെയ്യും.
അപ്പോൾ അഥവാ ഒരുമാതിരി ഐഡിയ ഉള്ളവർക്ക് ഈ പുസ്തകം അത് പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലാണ് ഈ പുസ്തകം ഉള്ളത്. ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് ഈ 3 പുസ്തകത്തിൽ കൂടി, അതായത് വോളിയം 1, വോളിയം 2, വോളിയം 3 3 പുസ്തകമാണ്. ഈ 3 പുസ്തകവും ഇതിൻ്റെ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കായിട്ടാണ്. ഞാൻ ഇവിടുത്തെ കൂടാതെ ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് കോളേജിൽ അവിടെയും ഈ വാസ്തുവിൻ്റെ ബേസിക്കും അഡ്വാൻസും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് കോളേജിലും അതുപോലെ തന്നെ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്നുള്ള ഇപ്പം നിങ്ങളിപ്പോൾ ഈ ജോയിൻ ചെയ്യിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇവിടെ രണ്ടിടത്തും ടെക്സ്റ്റ് ബുക്കായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ പിന്നെ സംയോജിത വാസ്തുശാസ്ത്രം എഴുതി ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കാണ്. ഡിപ്ലോമ കോഴ്സിലെ ഡിപ്ലോമ കോഴ്സിന്റെ കംപ്ലീറ്റ് സിലബസ് ഈ 3 ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യും. പക്ഷേ ഈ അഡ്വാൻസ് കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് ആ പുസ്തകത്തിൽ വരുന്നില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോട്ട് എഴുതുകയാണ് വേണ്ടത്. കാരണം അത് പുസ്തകമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്ത് കൊടുത്താൽ അത് ശരിയാവില്ല. അപ്പോൾ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് നിങ്ങൾ ഓരോ ക്ലാസ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ച ഓരോ ഭാഗവും പഠിക്കുമ്പോൾ അപ്പോൾ തന്നെ നോട്ട് എഴുതും. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. ഈ നോട്ട് എഴുതുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കി എഴുതുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉറയ്ക്കും ഈ നോട്ട് എഴുതുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിന് പ്രത്യേക ടെക്സ്റ്റ് ബുക്ക് ഇല്ല. പിന്നെ ധാരാളം ടെക്സ്റ്റ് ബുക്കുകൾ വേറെ ഉണ്ട്. മയമതം, മാനസാര ഒക്കെ ഉള്ള അതൊക്കെ സംസ്കൃതത്തിലുള്ളതും അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള ബുക്കുകളുണ്ട്. ആ ഡീറ്റെയിൽസ് കോഴ്സിൻ്റെ അവസാനം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരും. ബുക്കുകളെ പറ്റിയൊക്കെ, റെഫറൻസ് ബുക്കുകളെ പറ്റിയൊക്കെ ഒരു ഐഡിയ തരും. അപ്പോൾ ഇപ്പോഴ് നമുക്ക് ഈ കോഴ്സിൽ ഇത് നേരത്തെ തന്നെ പറഞ്ഞു കാണും. അതായത് ആഴ്ചയിൽ ഒരു ദിവസത്തെ കോഴ്സാണ്. 1.5 മണിക്കൂർ സമയം നമുക്ക് ഈ കോഴ്സിൽ ഡ്യൂറേഷൻ ഉണ്ട്. ഒരു 8 മണിക്ക് തുടങ്ങിയ ഒരു 9:30 ആകുമ്പോൾ തീരും. അത് കഴിഞ്ഞിട്ട് ഇതിന് സംശയം ഉണ്ടെങ്കിൽ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങളും അതുകൂടാതെ ജനറലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ക്ലാസിൻ്റെ അവസാനം ആ സംശയങ്ങൾ തീർക്കാനുള്ള സമയത്ത് 4-5 മിനിറ്റ് സമയം നമുക്കുണ്ട്. ആ സമയത്ത് നമുക്ക് ചോദിക്കാം. അപ്പോൾ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പോകാം. ഒരു വളരെ കാരണം ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യം അങ്ങനത്തെ അല്ല. ഇത് വളരെ താല്പര്യമുള്ളവർക്ക് സന്തോഷത്തോടി, അത് വളരെ താല്പര്യത്തോടി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങളെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. കാരണം നമ്മളൊക്കെ താമസിക്കുന്നത് വീടുകളിലാണ്. ഞാനും നിങ്ങളും എല്ലാം വീടുകളിൽ താമസിക്കുന്നവരാണ്. അത് സ്വന്തം വീടായിരിക്കാം, വാടക വീടായിരിക്കാം, അങ്ങനെ എന്തോ ആയാലും വീടുകളിൽ താമസിക്കുന്നവരാണ്. അപ്പം നമ്മൾ താമസിക്കുന്ന വീടുമായിട്ടും ആ വീടിരിക്കുന്ന സ്ഥലവുമായിട്ടും ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പം ആ ശാസ്ത്രം കാരണം നമ്മൾ ദിവസവും ജീവിക്കുന്ന, ദിവസവും നമ്മൾ വിശ്രമിക്കാനും നിദ്രയും വിശ്രമവും ഒക്കെ ചെയ്യുന്ന സ്വന്തം വീടുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രം. അപ്പം നമ്മൾക്കൊരു അസുഖം എന്തെങ്കിലും ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് ചികിത്സ. അതുപോലെ തന്നെയാണ് ഈ വാസ്തുദോഷങ്ങൾ. ഈ വീടിനുള്ള രോഗങ്ങളാണ് വാസ്തുദോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാസ്തുദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ വാസ്തുദോഷത്തിനുള്ള പരിഹാരം ചെയ്തില്ലെങ്കിൽ ആ ദോഷം കൊണ്ടുണ്ടാകുന്ന പല ദോഷകരമായ അനുഭവങ്ങളും, അത് വീടായാലും ഓഫീസായാലും അയാലും ഒരു കെട്ടിടം, ഏത് കെട്ടിടം ആയിക്കോട്ടെ, ആ കെട്ടിടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക് ആ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വരും. അപ്പോൾ ഈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ പിന്നെ ഒരു വാസ്തുദോഷം ഒരു വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരു വാസ്തു ഗുണം കൊണ്ട് ആ വീട്ടിൽ തന്നെ വേറൊരു വാസ്തു ഗുണം ഉണ്ടാകാം. അപ്പോൾ ചില ദോഷങ്ങൾ ആ വീട്ടിൽ തന്നെയുള്ള വാസ്തു ഗുണങ്ങൾ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്തു പോകും. അപ്പോൾ എല്ലാ വാസ്തുദോഷങ്ങളും അനുഭവത്തിൽ വരണമെന്നില്ല. കാരണം ഒരു വീട്ടിലൊരു വാസ്തുദോഷമുണ്ട്, വേറൊരു വാസ്തു ഗുണമുണ്ട്. ഇത് രണ്ടും കൂടെ ചിലപ്പോൾ ന്യൂട്രലൈസ് ചെയ്തു പോയെന്ന് വരാം. ആ വാസ്തു ഗുണത്തിൻ്റെ ഗുണവും വാസ്തുദോഷത്തിൻ്റെ ദോഷവും ആ വീട്ടിലുള്ളവർക്ക് കിട്ടിയില്ല എന്ന് വരാം. കാരണം അത് തമ്മിൽ ന്യൂട്രലൈസ് ചെയ്തു പോകും. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളിങ്ങോട്ട് പ്രത്യേകിച്ച് വാസ്തുവൊക്കെ പഠിക്കുകയാണെന്നൊക്കെ ആരോടും പറയുമ്പോൾ പിന്നെ ഇന്ന ദോഷമുണ്ട്, ഒരു വീടിന് കന്നിമൂല ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കന്നിമൂലയിൽ കിണർ വന്നാൽ എന്താ സംഭവിക്കുക, അതുകൊണ്ട് എന്താണ് ദോഷം വരിക, ദോഷങ്ങളൊക്കെ വരുന്നത് ഇന്നതാണെന്നൊക്കെ വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷെ ആ ദോഷം വരണം നിർബന്ധമില്ല. അതാണ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത്. കാരണം ആ ദോഷത്തെ അതിന് പിന്നെ പ്രത്യേകിച്ച് പറയും കോൺട്രിബ്യൂട്ടറി ഫാക്ടറും കോമ്പൻസേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ് പ്രത്യേകം പറയും. ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. അത് കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ഉണ്ട്, കോമ്പൻസേറ്റിംഗ് ഫാക്ടറും ഉണ്ട്. കോമ്പൻസേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ദോഷത്തെ വേറൊരു ഗുണം കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യുക, അതിൻ്റെ ശക്തി ഇല്ലാതാക്കുക. അപ്പോൾ ദോഷത്തിൻ്റെ അനുഭവം, ഒരു വീട്ടിലൊരു ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷം ചിലപ്പോൾ നമുക്ക് അനുഭവത്തിൽ വരണം എന്നില്ല. കാരണം അവിടെ വേറൊരു ഗുണം കൊണ്ട് ആ ദോഷത്തിൻ്റെ ശക്തി ഇല്ലാതായെന്ന് വരാം.
ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ടോട്ടൽ എഫക്റ്റ് ആണ് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അത് സാമ്പത്തികമായിട്ടാകാം, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വീട്ടുകാരുമായിട്ടും അടുത്ത അയലത്തുകാരുമായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു സൗഹൃദം, അങ്ങനെ കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഈ വാസ്തുശാസ്ത്രം വരുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിക്കൊരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റൊക്കെ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പം അവർ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കുന്നുണ്ട് ഈ ആർക്കിടെക്ട്സ്. ഒന്ന്, വീട് നല്ല ഉറപ്പുള്ളതായിരിക്കണം, നല്ല ഫൗണ്ടേഷനും എല്ലാം ഉള്ള നല്ല ഉറപ്പുള്ള വീടായിരിക്കണം. 2, വീടിന് സൗകര്യങ്ങളുണ്ടായിരിക്കണം. ആ വീട്ടിലപ്പോൾ ഒരു മൂലയിൽ ഒരു അടുക്കള, നേരെ എതിരെയുള്ള മൂലയിൽ ഇപ്പം ഡൈനിങ് റൂമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുക്കള ഡൈനിങ് റൂമിലോട്ട് സാധനം എടുത്തുകൊണ്ട് പോവുക, അതൊക്കെ അസൗകര്യം വരും. അപ്പം അങ്ങനെയുള്ള അസൗകര്യമൊന്നും ഇല്ലാതെ സൗകര്യങ്ങളുള്ള കാര്യമായിരിക്കണം. അപ്പോൾ ഒന്ന്, നേരത്തെ പറഞ്ഞ സ്ട്രോങ്, അതായത് ഉറപ്പുള്ളതായിരിക്കണം. 2, അസൗകര്യങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ നല്ല സൗകര്യമുള്ള കൺവീനിയൻസ്, സൗകര്യമുള്ള വീടായിരിക്കണം. 3ാമത്, ആ വീടിന് തമ്മിൽ പിന്നെ ഭംഗി ഉണ്ടായിരിക്കണം. ഒരു വെളിയിൽ നോക്കിയാൽ നല്ല ഭംഗിയുള്ള വീട്, ഈ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്കുണ്ടാവും. അപ്പോൾ ആ 3 കാര്യങ്ങളും ഈ മോഡേൺ ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ വേറെ പല കാര്യങ്ങളും, അതായത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അവർക്ക് ആരോഗ്യം മോശമാകുന്നോ അതോ ആരോഗ്യം മെച്ചപ്പെടുന്നു, സാമ്പത്തികമായിട്ട് അവർക്ക് ഗുണമുണ്ടാകുന്നോ ദോഷമുണ്ടാകുന്നു, മറ്റുള്ളവരുമായിട്ടുള്ള ഭാര്യ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ മക്കളുമായിട്ടോ അടുത്ത വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റു സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായിട്ടൊക്കെ ഉള്ള അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ ബന്ധം, അത് ഇമ്പ്രൂവ് ചെയ്യുന്നോ അല്ലെങ്കിൽ മോശമാകുന്നു. ഇതെല്ലാം വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. വാസ്തുശാസ്ത്രം ഇതിനെല്ലാം കാര്യങ്ങൾ. പക്ഷെ അതൊരു മോഡേൺ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് നമുക്കറിയാം, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് അതിനെപ്പറ്റി ഒന്നും ആ കാര്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നില്ല. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, ഉറപ്പ്, ഭംഗി, പിന്നെ സൗകര്യം, കൺവീനിയൻസ്, ഇത് 3മാണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വാസ്തുശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് 3ഉം കൂടാതെ, ഇത് 3 അതിലുമുണ്ട്, പക്ഷെ ഇത് 3ഉം കൂടാതെ ആ ഒരു കെട്ടിടമാണ് അല്ലെങ്കിൽ വീടാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ റിലേഷൻഷിപ്പും ഒക്കെ മെച്ചപ്പെടുത്താൻ വാസ്തുശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് സാധിക്കും. അപ്പോൾ അത്ര വളരെ ഒരു വിലമതിക്കാനാകാത്ത ഒരു നിധിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് കുറേ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, ബാക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്നോടൊപ്പം നിങ്ങളെ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു വളരെ സന്തോഷകരമായിട്ട് വളരെ ഒരു അഭിമാനത്തോടുകൂടി നമ്മൾ ഈ കോഴ്സ് പഠിക്കണം. ഇത് പഠിക്കുന്നത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ സബ്ജക്റ്റ് ആണ് എന്നുള്ള ഓർമ്മയോട് പഠിക്കണം. ഇതൊരു ദൈവികമായ ഒരു സബ്ജക്റ്റാണ്. കാരണം അല്ലാതെ ഇപ്പോൾ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അത് ഇംഗ്ലീഷ്, അങ്ങനെയുള്ള ഒക്കെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ പല വിഷയങ്ങളൊക്കെ പഠിച്ചതാണ്. അതുപോലെ അല്ലാതെ ഇപ്പം ജ്യോതിഷം, വാസ്തുശാസ്ത്രം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിനെ ഒരു ഡിവൈൻ സബ്ജക്റ്റായിട്ട്, ദൈവികമായ സബ്ജക്റ്റായിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കുന്നതിന് മറ്റുള്ള നമ്മൾ പുസ്തകം പഠിക്കുകയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കണക്ഷൻ വിത്ത് ഹയർ സോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു, ഇവിടെ തന്നെ ഇൻട്രഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഹയർ ഫോഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ആ കണക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ആർക്കും ഇല്ലാതില്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളിൽ പലർക്കും ആ ഒരു ഹയർ ഫോഴ്സുമായിട്ടുള്ള കണക്ഷനെ പറ്റി നമ്മൾ പലരും ബോധവാന്മാരല്ല, നമുക്ക് അവയർനെസ് ഇല്ല. അപ്പോൾ അത് നമുക്ക് ആ കണക്ഷൻ ഉണ്ടെന്നും ആ കണക്ഷനെ പറ്റി നമ്മൾ അവെയർ ആയാൽ, നമ്മൾ അതിനെപ്പറ്റി ബോധമുള്ളവരായാൽ ആ ഹയർ ഫോഴ്സിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് സാധിക്കും. അത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് അതിന് വേണ്ടത് ആ ഹയർ ഫോഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കുന്ന, കാണുന്ന ഒരു ഹയർ ഫോഴ്സ് ഉണ്ട്, ആ ഒരു ശക്തിയുണ്ട്. അതിന് പേരൊന്നുമില്ല, അതിനെ നിങ്ങൾക്ക് എന്ത് പേരും വിളിക്കാം, ഗുരുവായൂരപ്പനെന്നോ അല്ലെങ്കിൽ അള്ളാഹു എന്നോ അല്ലെങ്കിൽ പിന്നെ വേറെ പേരിയെന്നോ അല്ലെ ഏത് പേര് വിളിച്ചാലും അതിന് പേരൊന്നുമില്ല. അതിന് എന്ത് പേര് വിളിച്ചാലും നമ്മൾ മനസ്സിൽ എന്തുവാണ് നമ്മൾ വിചാരിക്കുന്നത് അതാണ് ആ ശക്തി. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല വിജയങ്ങൾ ഇതിനകത്ത് കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ എൻ്റെ സിലബസ് തരികയാണ്. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൻ്റെ സിലബസ് ഞാൻ തരികയാണ്. അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. എല്ലാവർക്കും പേനയും ബുക്കൊക്കെ ഉണ്ടല്ലോ. പേനയും ബുക്കും ഇല്ലാതെ പക്ഷേ കാരണം ഈ പേപ്പറിൽ എഴുതിയെടുത്ത് കറക്റ്റായിട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ല വെറുതെ പേപ്പർ ഇങ്ങനെ അടുക്കി വെച്ചാൽ കുറേ കഴിയുമ്പോൾ അതൊക്കെ പോയെന്ന് വരും. ഒന്നുകിൽ ഒരു ബുക്കിൽ നോട്ട് വേണം, കംപ്ലീറ്റ് ഞാൻ നോട്ട് പറഞ്ഞു തരികയാണ്. ഒരു പുസ്തകം ടൈപ്പിഡോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ അല്ല. ഡിപ്ലോമ കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ബുക്കുണ്ട്, കംപ്ലീറ്റ് സിലബസിലും ടെക്സ്റ്റ് ബുക്കുണ്ട്. പക്ഷേ ഇതിനതില്ല.
കംപ്ലീറ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അനുസരിച്ച് പറഞ്ഞു തരികയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് ഇടയ്ക്കുള്ള പേജുകളൊക്കെ ഇല്ലെങ്കിൽ അവസരം അവിടെ എവിടെയൊക്കെ പേജുകളായിപ്പോയാൽ ഒന്നുകിൽ കറക്റ്റായിട്ട് പേപ്പറിലാണ് എഴുതുന്നെങ്കിൽ കറക്റ്റ് അത് ഫയൽ ചെയ്യണം. പെട്ടെന്ന് ഇളകി പോകാത്ത തോതി നല്ലപോലെ ഫയൽ ചെയ്യണം. അതല്ലെങ്കിൽ നോട്ട്ബുക്ക് വാങ്ങിച്ച് നോട്ട്ബുക്കിൽ എഴുതി ഈ ക്ലാസ്സിലെ നോട്ടൊക്കെ എഴുതിയെടുക്കണം. അപ്പോൾ അതിലും ആദ്യം വാസ്തു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് സിലബസ് ഞാനിപ്പോൾ ഇത് ചെയ്യാം, അതായത് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും കാണാമോ? കാണാമെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. ഇതിപ്പോൾ ഇതൊന്നും എഴുതിയെടുക്കണ്ട, ഞാൻ ഇൻട്രഡക്ഷൻ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല. നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ഇൻ വാസ്തുശാസ്ത്രം 2026-27. അപ്പോൾ നമ്മളതിൻ്റെ സിലബസിലേക്കാണ് പോകുന്നത്. സിലബസ് എന്ന് എഴുതിക്കൊള്ളൂ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് സിലബസ്. ചാപ്റ്റർ 1. ഞാൻ പറയുന്നത് സ്പീഡ് കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്ത് പറയാം, സ്പീഡ് കുറയണമെന്ന് പറയാം. റിവിഷൻ, കാരണം നേരത്തെ ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യും. അതാണ് ആദ്യത്തെ ചാപ്റ്റർ. കംപ്ലീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് റിവിഷൻ ഇല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിനകത്ത് വരുന്ന കണക്കുകൾ, കുറച്ച് കണക്കൊക്കെ വരും. ആ കണക്കുകൾ അതെല്ലാം കംപ്ലീറ്റ് റിവൈസ് ചെയ്യും. കണക്കെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യും. കാരണം ആ കണക്കൊക്കെ ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നുകൂടെ റിവൈസ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഫർദറായിട്ട് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ റിവൈസ് ചെയ്യുള്ളൂ. ഒരു A to Z റിവിഷൻ അല്ല. ആ റിവിഷനിനകത്ത് വരുന്നത് ഒന്ന് വീതി ലക്ഷണങ്ങളും ഫലങ്ങളും. വീതി ലക്ഷണങ്ങളും ഫലങ്ങളും അത് റിവിഷനിൽ വരുന്നതാണ്. വീതി ലക്ഷണങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ താഴ്ച ഉയർച്ച, ഇപ്പോൾ കിഴക്കുവശം താന്നും പടിഞ്ഞാറ് വശം പൊങ്ങിയുള്ള ഭൂമി, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫലങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചതാണ്. പക്ഷെ അത് ഒന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത് ഒന്ന് റിവൈസ് ചെയ്യും. ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചതുപോലെ അത്രയും സമയമെടുത്ത് റിവൈസ് ചെയ്യില്ല. പക്ഷെ അതിനെപ്പറ്റി ഒരു പെട്ടെന്നൊന്ന് ഓടിച്ചു പോവുകയേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. വീതി ലക്ഷണങ്ങളെ പറ്റി ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ടൊന്ന് ഇത് പോകും. കാരണം ഇത് വേറൊരു കാര്യം മനസ്സിലാക്കാൻ അത്യാവശ്യമാണ്. അതിലേക്ക് വരാം. വീതി ലക്ഷണങ്ങളും ഫലങ്ങളും, ലാൻഡ്സ്കേപ്പിംഗ്. ഇത് ശരിക്കും ഡിപ്ലോമ കോഴ്സ് നമ്മൾ പഠിച്ചതല്ല. ഈ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണമെങ്കിൽ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും അറിയാമെങ്കിൽ മാത്രമേ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഉള്ളൂ. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് വീടായാലും ശരി, കുറച്ച് ഏരിയ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 5 സെൻറ്റോ അല്ലെങ്കിൽ 6 സെൻറ്റോ സ്ഥലത്ത് ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ അവിടെ ലാൻഡ്സ്കേപ്പിങ്ങിനൊന്നും വലിയ സ്കോപ്പില്ല. അതേസമയം ഒരു 20 സെൻറ്റിൽ കൂടി 20, 25, 30 സെൻറ്റൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു 1500-2000 സ്ക്വയർ ഫീറ്റൊക്കെ വീട് വെച്ചാൽ കുറേയൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ആ ലാൻഡ്സ്കേപ്പിംഗ് വാസ്തുശാസ്ത്ര വിധി അനുസരിച്ചുള്ള ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണങ്ങൾ ഉണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് എഴുതിക്കൊള്ളുക ലാൻഡ്സ്കേപ്പിംഗ്. സ്ഥാനനിർണയം, അതൊക്കെ ഡിപ്ലോമ കോഴ്സിൽ കുറേ കഴിഞ്ഞിട്ടാണ് അത് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇത് കഴിഞ്ഞ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞ ഉടനെ സ്ഥാനനിർണയം, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. സ്ഥാനനിർണയത്തിൽ തന്നെ മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം. ഇതിൽ ഓരോന്നിലും മഹാക്ഷേത്രം വലിയ പ്ലോട്ടിനാണ് മഹാക്ഷേത്രം, തീരെ ചെറിയ പ്ലോട്ടിനാണ് അല്പക്ഷേത്രം, അതിനിടയ്ക്കുള്ളതാണ് മധ്യമക്ഷേത്രം. ഇതിൽ ഓരോന്നിലും എങ്ങനെയാണ് സ്ഥാനം നിർണ്ണയിക്കുന്നത്? സ്ഥാനം നിർണ്ണയം ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ സ്ഥാനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് വാസ്തുമണ്ഡലത്തിൻ്റെ സ്ഥാനം. വാസ്തുമണ്ഡലം ആദ്യം സ്ഥാനം നിർണ്ണയിച്ചിട്ട് വേണം വീടിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ വാസ്തുശാസ്ത്രപ്രകാരം. അപ്പോൾ ആ വാസ്തു മണ്ഡലത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? അത് മഹാക്ഷേത്രത്തിന് എങ്ങനെയാണ്, മധ്യമക്ഷേത്രത്തിന് എങ്ങനെയാണ്, അല്പക്ഷേത്രത്തിന് എങ്ങനെയാണ്? അത്
ഡിപ്ലോമ കോഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതാണ്. ഇത് നമ്മളത് പെട്ടെന്ന് അതിൻ്റെ ഒന്ന് ഓടിച്ചു പോവുകയേ ഉള്ളൂ. മറ്റേ ഡിപ്ലോമ കോഴ്സിൽ പഠിച്ച അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പോവില്ല. പക്ഷെ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ അത് ഒന്നുകൂടെ പറയും. റിവിഷനിൽ ഒന്നുകൂടെ നമ്മളത് കവർ ചെയ്ത് പോകും. പദവിന്യാസം. പദവിന്യാസം തന്നെ പിന്നെ 2-3 വിധത്തിലുള്ള പദവിന്യാസമുണ്ട്. അതിലേക്ക് നമ്മൾ അത് ഓരോന്നും പോവും. പദവിന്യാസം അത് പരമശായിക പദവിന്യാസം, അല്ലെങ്കിൽ നവവർഗ പദവിന്യാസമുണ്ട്, അഷ്ടവർഗ പദവിന്യാസമുണ്ട്, ദശവർഗ പദവിന്യാസമുണ്ട്. അങ്ങനെ 3 വിധത്തിലുള്ള പദവിന്യാസങ്ങളുണ്ട്. പദവിന്യാസം നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ വീടുകൾ വെക്കുന്നതിന്, അതായത് വീടുകളുടെ വാസ്തുവിന് വേണ്ടി, ഗൃഹവാസ്തുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നവവർഗ പദവിന്യാസം. അതാണ് നമ്മൾ കൂടുതലായിട്ടും നേരത്തെ മനസ്സിലാക്കുന്നത്. മർമ്മദോഷം. എന്താണ് മർമ്മദോഷം? അതിൻ്റെ പറ്റൊരു ചെറിയ ഒരു ഐഡിയ. മർമ്മദോഷം ഇതിൽ എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതിയില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. സ്പീഡ് കൂടി പോന്നെങ്കിലും പറയണം. എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആരൊന്നും പറഞ്ഞില്ല. അപ്പോൾ അടുത്തിലോട്ട് പോവാണ്. എഴുതി കഴിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. കഴിഞ്ഞു. ഓക്കെ. അടുത്തത് ആയാദി ഷഡ്വർഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവയം. അതിൻ്റെ റിവിഷനാണ്. ആയാദി ഷഡ്വർഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവയം. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അല്ല. ഇതൊന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. നമ്മളൊരു വീടിൻ്റെ ചുറ്റളവ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ ആയാദി ഷഡ്വർഗങ്ങൾ, അത് ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം, തിഥി, ഇത് 6 ആയാദി ഷഡ്വർഗങ്ങൾ. അതുകൂടാതെ ആയുസ്, പക്ഷാന്തരവയം, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ആ ഒരു ഫോർമുല അത് മാത്രമേ ഇതിൽ ഇവിടെ എടുക്കുകയുള്ളൂ. ഓരോന്നിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ബേസിക് കോഴ്സിലേ ഉള്ളൂ, ഡിപ്ലോമ കോഴ്സിലേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് ഈ ആയാദി ഷഡ്വർഗങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലുണ്ട്. കെട്ടിടത്തിന്റെ പരമാവധി നീളവും വീതിയും. കെട്ടിടത്തിന്റെ പരമാവധി നീളവും വീതി എന്ന് പറഞ്ഞാൽ ഒരു പ്ലോട്ട്, ഒരു വസ്തു, നമുക്ക് വീട് വെക്കണമെങ്കിൽ ഒരു വസ്തു വേണം. വസ്തുവില്ലാതെ ആകാശത്തിൽ കൊണ്ട് വീട് വെക്കാൻ ഒക്കില്ല. അപ്പോൾ ഒരു വസ്തുവിലാണ് നമ്മൾ വീട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വീട് വെക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അളവനുസരിച്ച് ആ വസ്തുവിൻ്റെ അളവ്, ആ നീളം, വീതി, അളവുകൾ, അതുപോലെ വസ്തു ഏത് ദിശയിലേക്കാണ് ഫേസ് ചെയ്യുന്നത്, കിഴക്കോട്ടോ വടക്കോട്ടോ തെക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ ഏതെങ്കിലും കോണുകളിലേക്കാണോ, ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതനുസരിച്ച് അവിടെ ചെയ്യാവുന്ന വാസ്തു നിബന്ധനകൾ അനുസരിച്ച് ആ പ്ലോട്ടിൽ ചെയ്യാവുന്ന വീടിൻ്റെ പരമാവധി നീളം എത്രയാണ്, പരമാവധി വീതി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് പലരും അത് ചെയ്യാതെ തന്നെ, പക്ഷെ അത് കണ്ടുപിടിച്ച അതിന് കാരണങ്ങളുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് അടുത്തതിലേക്ക് പോകാവുന്നു. അത് വരുമ്പോൾ അത് ഒന്നുകൂടെ പറയാം. ഡിപ്ലോമ കോഴ്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്തിനാണ് ഈ പരമാവധി നീളവും പരമാവധി വീതിയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് കണക്ക് അപ്പോൾ അതിലേക്ക് പോകും, നമ്മൾ വരും. അതുപോലെ ഉത്തമമായ നീളവും വീതിയും, പ്ലോട്ടിൻ്റെ അളവും, വീടിൻ്റെ ഇത്ര സ്ക്വയർ ഫീറ്റ് വീടം തന്നാൽ അതിൻ്റെ ഏറ്റവും ഉത്തമമായ അളവ് കണ്ടുപിടിക്കണം. ഇതും ഡിപ്ലോമ കോഴ്സിലുള്ളത് തന്നെ. നമ്മളൊന്നുകൂടെ റിവൈസ് ചെയ്യും. ഇതിൽ പറയുന്നില്ല ലാൻഡ്സ്കേപ്പിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം റിവിഷനാണ്. ലാൻഡ്സ്കേപ്പിംഗ് മാത്രമേ ഉള്ളൂ പുതുതായിട്ട് വരുന്നത് ഈ റിവിഷൻ ചാപ്റ്ററിൽ. കെട്ടിടത്തിൻ്റെ ഉത്തമമായ നീളവും വീതിയും, വാസ്തുമണ്ഡലത്തിൽ വീടിന് ഉത്തമമായ സ്ഥാനം കാണുക. ഇപ്പം ഞാൻ ആരെയും കുറ്റം പറയല്ല, പക്ഷെ ചില മുതിർന്ന ആശാരിമാരും ഒക്കെ ഉണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കൂടെയാണ്. അതെല്ലാം പോയി നോക്കി ഏതെങ്കിലും 1-2 ആൾക്ക് നോക്കി ഇവിടെ കുറ്റി അടിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അതിന് പ്രത്യേക കണക്കുകളുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ ആ കണക്കനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ വാസ്തു മണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും എത്ര സെന്റിമീറ്റർ വടക്കോട്ടും എത്ര സെന്റിമീറ്റർ കിഴക്കോട്ടും മാറി വീടിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് കണക്കുണ്ട്. വാസ്തുശാസ്ത്ര നിബന്ധനകൾ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ കണക്കനുസരിച്ച് എങ്ങനെയാണ് വീടിന്റെ ഉത്തമമായ സ്ഥാനം കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ നിർവഹിച്ച് ചെയ്യും. പഞ്ചഭൂതാത്മകമായ പൊക്കം. പഞ്ചഭൂതങ്ങൾ നമുക്കറിയാം: ജലം, അഗ്നി, ഭൂമി, വായു, ആകാശം. ഇത് 5 പഞ്ചഭൂതങ്ങൾ.
ഈ ഓരോ പൊക്കമുണ്ട്. നമ്മുടെ വീടിൻ്റെ പൊക്കം അഗ്നിഭൂതത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ ദോഷമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതും ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചതാണ്. അതും നമ്മളിവിടെ ഒന്നുള്ള റിവൈസ് ചെയ്യും. വാതിലുകൾ, ജനലുകൾ, അളവ്. ഒരു വീടിൻ്റെ വാതിലും ജനലും ഒക്കെ വാസ്തു നിബന്ധനകൾ അനുസരിച്ച് തന്നെ ചെയ്യണം. അതിൻ്റെ അളവുകളും നീളപ്പൊക്കവും വീതിയൊക്കെ വാസ്തുവിൽ പറയുന്നുണ്ട് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് അതുകൂടെ നമ്മൾ റിവൈസ് ചെയ്യും. വാതിലുകൾ, ജനലുകൾ. അടുത്ത ഫെങ്ഷുയി ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് വാസ്തു. അതും ബേസിക് കോഴ്സിൽ ഇല്ല, ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുന്നതാണ്. അതിൻ്റെ റിവിഷനാണ്. അത് അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഇത് പറയാം, എഴുതിയായിരിക്കുന്നു. ഈ ഫെങ്ഷുയി ഇൻറ്റിഗ്രേറ്റഡ് വാസ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും വിചാരിക്കും ഇത് ചൈനയിലെ ശാസ്ത്രമല്ല, നമ്മളെന്തിനാണ് പഠിക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ വളരെയധികം ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഗുണകരമായ റിസൾട്ട് നമുക്ക് ഈ ഫെങ്ഷുയി ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് വാസ്തു. ഇൻറ്റിഗ്രേറ്റഡ് വാസ്തുവിൻ്റെ മലയാളമാണ് സംയോജിത വാസ്തുശാസ്ത്രം. അപ്പോൾ ഈ ചൈനീസ് ഫെങ്ഷുയിലും അതുപോലെ ചൈനീസ് ഫെങ്ഷുയും ഭാരതത്തിൻ്റെ പാരമ്പര്യ വാസ്തുശാസ്ത്രം, അതുപോലെ വേറെയും പല കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മിക്സ്, ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം. നമ്മൾ അതിനൂടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതിനൊരു വ്യത്യാസം ഞാൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് നമ്മളൊരു ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഒരു പരിഹാരം ചെയ്ത് ദോഷമായിക്കോട്ടെ, ഡീറ്റെയിലിറ്റി അപ്പോൾ പോകുന്നില്ല. ഏതെങ്കിലും ഒരു ദോഷത്തിന് നമ്മൾ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ളൊരു പരിഹാരം ചെയ്തു അല്ലെങ്കിൽ കറക്ഷൻ ചെയ്തു. ആ കറക്ഷൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. സാധാരണ മോർ ദാൻ 3 months, ഒരു 6 months വരെയൊക്കെ ചിലപ്പോൾ എടുത്തെന്ന് വരും. 6 മാസം വരെയൊക്കെ എടുക്കും അതിൻ്റെ ഫലം, ആ റിസൾട്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ചുറ്റളവൊക്കെ ഒന്ന് കൂട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചുറ്റളവ് ആയത്തേക്കാൾ വ്യയം കൂടിയിരിക്കുന്നത് ആയത്തേക്കാൾ വ്യയം കുറയ്ക്കാൻ വേണ്ടി ചുറ്റളവിന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ആ ചുറ്റളവ് വ്യത്യാസം വരുത്തിയത് കൊണ്ട് അത് നമ്മുടെ സാമ്പത്തികമായ അതിലേക്ക് ആ എഫക്റ്റിൽ വരാൻ ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും എടുക്കും. അല്ല ഇന്ന് അങ്ങോട്ട് ചെയ്താൽ ഒരാഴ്ചയ്ക്ക് റിസൾട്ട് കിട്ടില്ല. അത് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ റിസൾട്ട് കുറച്ചുകൂടെ താമസിച്ച് റിസൾട്ട് വരുള്ളൂ. പക്ഷെ ഒരിക്കൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ പെർമനൻ്റ് ആണ്. അത് നമ്മൾ വേറെ നമ്മൾ കെട്ടിയ ഭാഗം അങ്ങനെ അറ്റാച്ച് ചെയ്ത ഭാഗം പൊളിച്ചു കളയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് നിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ ആ ഗുണം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സ്ഥായിയായ റിസൾട്ടാണ് ഈ ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ. പക്ഷെ ഫെങ്ഷുയിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മൾ ഇന്നിപ്പോൾ ഒരു കറക്ഷൻ ചെയ്താൽ, ഫെങ്ഷി പ്രകാരമുള്ള ഒരു കറക്ഷൻ നമ്മളൊരു വാസ്തു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ, വാസ്തുദോഷ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരാഴ്ച ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം നമുക്കത് കുറച്ചുകൂടെ, ഇപ്പം ഒരു വീട്ടിൽ പോയി നമ്മളൊരു കറക്ഷൻ ചെയ്യുന്നു, 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയാൽ ഇതുകൊണ്ടാണ് വന്നതെന്നൊക്കെയുള്ള അത് വിട്ടുപോകും മനസ്സിൽ നിന്ന്. പക്ഷേ ഒരാഴ്ച 2 ആഴ്ചയ്ക്കകം തന്നെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് കൊള്ളാം നന്നായിരിക്കുന്നതെന്ന് പറയാനാണ്. അപ്പോൾ ആ ഫെങ്ഷുയിക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉള്ളത് റിസൾട്ട് പെട്ടെന്ന് കിട്ടും, പക്ഷെ അത് സ്ഥായി അല്ല. പലപ്പോഴും സ്ഥായിയാണ്. ചില കാര്യങ്ങളൊക്കെ സ്ഥായിയായി നിൽക്കുമെങ്കിലും കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഇത്. പക്ഷെ ഇൻറ്റഗ്രേറ്റഡ് വാസ്തു ആണെങ്കിൽ ഫെങ്ഷുയി ഉണ്ട്, ഭാരതീയ വാസ്തുശാസ്ത്രമുണ്ട്, രണ്ടിൻ്റെയും കൂടെ കറക്ഷൻ അതിനകത്ത് ചെയ്യും. ഈ രണ്ടിൻ്റെയും കൂടെ കറക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫെങ്ഷുയുടെ കറക്ഷൻ വരുന്നതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതുപോലെ ഭാരതീയ വാസ്തുശാസ്ത്ര കറക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ആ റിസൾട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയും ആ റിസൾട്ട് സ്ഥായിയായിട്ട് നമുക്ക് എന്നും നിലനിൽക്കുകയും കൂടെ ചെയ്യുന്നതിന് ഈ ഇൻറ്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം വളരെ സഹായിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ഡിപ്ലോമ കോഴ്സിലാണ് അതിൻ്റെ തിയറി കൂടുതലായിട്ട് പോകുന്നത്. ഇതിനകത്ത് തിയറി പാർട്ട് കുറച്ചായിട്ടേ വരുള്ളൂ, പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ഭാഗങ്ങളാണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. ഫെങ്ഷുയി ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് വാസ്തു ചാപ്റ്റർ 2 ഇത്രയും റിവിഷനാണ്. ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ എല്ലാ റിവിഷനാണ്. അടുത്ത 2ാമത്തെ ചാപ്റ്ററാണ്. 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് തന്നെ 4 കെട്ടാണ്. കാരണം ഡിപ്ലോമ കോഴ്സിൽ 4 കെട്ടിൻ്റെ ഡിസൈൻ പഠിക്കുന്നില്ല. ഇത് 4 കെട്ടിൻ്റെ ഡിസൈൻ ആദ്യം നമ്മൾ പഠിക്കുന്ന 4 കെട്ട് ഡിസൈൻ ചെയ്യാനാണ്. അത് 2ാമത്തെ ചാപ്റ്റർ. 4 കെട്ടിൽ കുറച്ച് വലിയൊരു ചാപ്റ്ററാണ് 4 കെട്ട് എന്ന് പറയുമ്പോൾ. അത് കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടുപിടിക്കാനുണ്ട് 4 കെട്ടിൽ. അടുത്ത ചാപ്റ്റർ 3 കൗണ്ട് തിയറി. മലയാളത്തിൽ അതിന് എഴുതിയിട്ടുണ്ടോ നോട്ടെ. അധികോന തത്വം. അധികം ന്യൂനം, അധികവും ന്യൂനവും കൂടെ ചേരുന്നതാണ്. നമുക്ക് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 മേപ്പോട്ട് കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 10, 9, 8 താഴോട്ട് കൗണ്ട് ചെയ്യാം. അതൊക്കെ അധികം അല്ലെങ്കിൽ ന്യൂനം. അതാണ് അധികോന തത്വം എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. കൗണ്ട് തിയറി ഇംഗ്ലീഷിൽ. ഇത് വളരെ നമുക്ക് പിന്നെ
വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജിയെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കി ഈ കൗണ്ട് തിയറി വളരെ സഹായിക്കും. ഇത് ബേസിക് കോഴ്സിനുള്ളതല്ല, ഈ 4 കെട്ടുമല്ല, റിവിഷൻ മാത്രമേ ഉള്ളൂ ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചത്. 4 കെട്ട് നമ്മൾ ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചതല്ല, കൗണ്ട് തിയറിയും ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചതല്ല. 4ാമത്തെ ചാപ്റ്റർ പിരമിഡ് സ്ഥാപനം, അതും ഡിപ്ലോമ കോഴ്സ്. അത് ഈ പിരമിഡ് സ്ഥാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ പിരമിഡ് എന്നൊരു കാര്യം പറയുന്നില്ല. പിരമിഡ് വാസ്തുദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടി പിരമിഡ് ഉപയോഗിക്കുന്നത് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നതേ ഇല്ല. പിരമിഡ് കൊണ്ട് വാസ്തുദോഷങ്ങൾ പരിഹരിക്കാമെന്ന ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഐഡിയ ആദ്യം കൊണ്ടുവന്നത് ജർമ്മൻസാണ്. അതുകൊണ്ട് തന്നെ പിരമിഡ് സ്ഥാപനം ഒരു ജർമ്മൻ ടെക്നോളജി ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അത് വളരെ എഫക്റ്റീവാണ്. പിരമിഡുകൾ ഉപയോഗിച്ചിട്ടുള്ള അതിനെപ്പറ്റി പിരമിഡ് സ്ഥാപനത്തിൽ വരാം. അതിനെപ്പറ്റി കുറച്ചൊക്കെ നമ്മൾ ഡിപ്ലോമ കോഴ്സിനും പഠിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ഇല്ല. പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് വരാം. ഏതൊക്കെ അസുഖം എങ്ങനെയാണ് ഈ പിരമിഡ് സ്ഥാപനത്തിൻ്റെ ആദ്യം ചുരുക്കമായിട്ട് പറഞ്ഞിട്ട് പിന്നെ ഓരോ ദോഷങ്ങൾ വരുമ്പോൾ അപ്പോൾ ആ പിരമിഡ് സ്ഥാപനത്തെ പറ്റി കൂടുതലായിട്ട് വരും. ചാപ്റ്റർ 5 21 മഹാദോഷങ്ങളും പരിഹാരങ്ങളും. 21 മഹാദോഷങ്ങളും പരിഹാരങ്ങളും. അതായത് ദോഷങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിസാര ദോഷം, സാമാന്യ ദോഷം, മഹാദോഷം. പേര് കേട്ടതിനറിയാം. നിസാരമായിട്ടുള്ള ദോഷങ്ങളാണ് ആദ്യത്തത്. രണ്ടാമത് കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ളതാണ് സാമാന്യ ദോഷം. ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ടുള്ളതാണ് മഹാദോഷങ്ങൾ. ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രത്തിൽ 21 ദോഷങ്ങൾ മഹാദോഷങ്ങളായിട്ട് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് 21 മഹാദോഷങ്ങൾ? ഈ മഹാദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം? ഇതാണ് 5ാമത്തെ ചാപ്റ്റർ വരുന്നത്. 21 മഹാദോഷങ്ങളും പരിഹാരങ്ങളും. ചാപ്റ്റർ 6 മറ്റ് മഹാദോഷങ്ങളല്ലാത്ത സാമാന്യ ദോഷം, നിസ്സാര ദോഷം, അതൊക്കെ വെറുതെ കളയാനൊക്കില്ല. അപ്പോൾ അതും പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഹാദോഷങ്ങളല്ലാത്ത മറ്റ് ദോഷങ്ങളും പരിഹാരങ്ങളും ആണ് 6ാമത്തെ ചാപ്റ്റർ. 5ാമത്തേൽ മഹാദോഷങ്ങളും 6ാമത്തെ മറ്റ് ദോഷങ്ങൾ. മറ്റ് ദോഷങ്ങളും പരിഹാരങ്ങളും. ചാപ്റ്റർ 7 വാസ്തു മൂല്യനിർണ്ണയം. ഇതുകൊണ്ടൊരു വലിയ അഡ്വാൻറ്റേജ് ഉള്ളത്, ഈ വാസ്തുമൂല്യ നിർണ്ണയം സാധാരണ ഒരു വീട്, പുതിയൊരു വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നിലവിലുള്ള ഒരു വീട് നമ്മൾ അവിടുത്തെ വാസ്തുദോഷങ്ങൾ നോക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതിനോ വാസ്തുമൂല്യ നിർണ്ണയം ആവശ്യമില്ല. ഈ വാസ്തുമൂല്യ നിർണ്ണയത്തിനൊരു ഗുണമുള്ളത്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അടുക്കള അല്ലെങ്കിൽ സ്റ്റെയർ കേസ് അല്ലെങ്കിൽ ഗേറ്റ് ഇതിനൊക്കെ സ്ഥാപിക്കുമ്പോൾ അതിന് ഉത്തമമായ സ്ഥാനമുണ്ട്, മധ്യമമായ സ്ഥാനമുണ്ട്, അധമമായ സ്ഥാനമുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു വാസ്തു മൂല്യം കൊടുക്കും. അപ്പോൾ ആ വാസ്തു മൂല്യം അനുസരിച്ച് ഒരു വീടിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് ആ വീടിനൊരു വാസ്തു മൂല്യം നമ്മൾ 70%, 65% ഒരു വാസ്തുമൂല്യ ശതമാനം കാണും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വയ്ക്കും. ഇപ്പം ഈ ഒരു കാര്യം കൂടെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, അതായത് നമുക്ക് ഈ കോഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഇത് പ്രധാനപ്പെട്ടത്, ഡിപ്ലോമ കോഴ്സിൽ നിങ്ങൾക്ക് തിയറി മാത്രമേ ഉള്ളൂ. ആ തിയറി ഞാൻ നേരത്തെ തിയറിയേ ഉള്ളൂ. തിയറി കഴിഞ്ഞിട്ട് ആ തിയറിക്ക് പിന്നെ പരീക്ഷയുണ്ട്. പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ തിയറി മാത്രമുള്ള ഒരു പ്രോജക്റ്റും ഉണ്ട്. നിങ്ങളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കേണ്ടി വരും. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അതായത് അത് നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ, കാരണം നമ്മളെപ്പോഴും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വേറെ ഓരോ വീടുകളിൽ പോയി അവിടുത്തെ വാസ്തുദോഷങ്ങൾ പരിഹരിക്കാൻ പോകും. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിലെന്തെങ്കിലും, നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലെന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം. അപ്പം അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള വാസ്തുദോഷങ്ങളെ പറ്റി അതിൻ്റെ അപ്പോഴത്തേക്ക് നിങ്ങൾ അത് പ്രോജക്റ്റിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് അതൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങളുടെ വീട്ടിലെ വാസ്തുദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കുക അതിനെപ്പറ്റി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട്, നമ്മൾ സാധാരണ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. 50 മാർക്കാണ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റിന് പ്രോജക്റ്റ് കമ്പൾസറിയാണ്. അപ്പോൾ 50 മാർക്കാണ്. 50 മാർക്ക് പിന്നെ പ്രോജക്റ്റിനാണ്. 100 മാർക്ക് തിയറിക്കും 50 മാർക്ക് പ്രോജക്റ്റിനുമാണ്. തിയറി പരീക്ഷ 3 മണിക്കൂറുള്ള പരീക്ഷയാണ് തിയറി പരീക്ഷ. അതിന് 100 മാർക്ക്, പ്രോജക്റ്റിന് 50 മാർക്കാണ്. 150-നാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. പക്ഷെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാത്തവർക്ക് 100-ൽ 100 തിയറിക്ക് കിട്ടിയാലും സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കാരണം പ്രോജക്റ്റ് ഈസ് മസ്റ്റ്. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ.
അപ്പോൾ ആ പ്രോജക്റ്റിനകത്തേക്ക് നിങ്ങളുടെ സ്വന്തം വീടിന്റെ വാസ്തുമൂല്യ നിർണ്ണയമുണ്ട്. പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയം ചെയ്യണം. പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയം എന്തെന്നൊക്കെയുള്ളത് നമുക്ക് ഈ ചാപ്റ്റർ വരും പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. വാസ്തുമൂല്യ നിർണ്ണയം തന്നെ 2 വിധത്തിലുണ്ട്, അതിലേക്ക് വരാൻ നോക്കും. അതാണ് ചാപ്റ്റർ 7 വാസ്തുമൂല്യ നിർണ്ണയം. അതൊന്ന് സ്ഥാനത്തിന്റെ അടിസ്ഥാനം, 2 വിധത്തിലുള്ള 2 കാണിക്കാം. ഒന്ന് സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ വാസ്തുമൂല്യ നിർണ്ണയം, എ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ബി പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയം. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുമ്പോൾ അതിലേക്ക് വരാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ 8 ഗുണദോഷ പരിചിന്തനം. ഒരു വീട് നമ്മൾ നോക്കുമ്പോൾ അതിന് എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതിന് ആ കാര്യങ്ങൾ ഗുണങ്ങളും ദോഷങ്ങളും കാണാം. വീട്ടിൽ ദോഷങ്ങൾ മാത്രമല്ല ഗുണങ്ങളും കാണാം. അപ്പോൾ ആ ഗുണങ്ങളും ദോഷങ്ങളും എങ്ങനെയൊക്കെയാണ് അതെങ്ങനെ മനസ്സിലാക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കലായിട്ട് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുള്ള ഒരു ചാപ്റ്ററാണ് ഗുണദോഷ പരിചിന്തനം. ഇത് സ്ക്രീനിൽ കാണുന്നില്ലേ? ഗുണദോഷ പരിചിന്തനം സ്ക്രീനിൽ കാണാം, നമുക്ക് നോക്കി എഴുതാം. അതിനെപ്പറ്റി ചിന്തനം ചെയ്യുക, അതിനെപ്പറ്റി മനസ്സിലാക്കി അതാണ് ഗുണദോഷ പരിചിന്തനം. ഓക്കെ, ചാപ്റ്റർ 9 ലോഹ പരിഹാരം, മെറ്റൽ കറക്ഷൻ. ഇംഗ്ലീഷ് വേണേൽ എഴുതാം. മെറ്റൽ കൊണ്ടുള്ള ചില മെറ്റൽസ് ഉപയോഗിച്ചുള്ള ദോഷപരിഹാരങ്ങളുണ്ട്. കോപ്പർ, സിങ്ക്, അങ്ങനെയൊക്കെയുള്ള ചില മെറ്റൽസ് ഉപയോഗിച്ചിട്ടുള്ള വാസ്തുദോഷ പരിഹാരങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഈ ലോഹ പരിഹാരം. ചാപ്റ്റർ 10 വീടിന്റെ ദിശ. ഇപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു വീടിന്റെ ഒരു മൂല, ഒരു ടോയ്ലറ്റ് ഒരു മൂല കണ്ടെന്നിരിക്കട്ടെ. ഒരു വീടിന്റെ ഒരു മൂലയ്ക്ക് ടോയ്ലറ്റ് ഉണ്ട്. ചിലപ്പം ഇതിനെപ്പറ്റി കൂടുതൽ വീടിന്റെ ദിശയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാത്തവര് ഇത് കന്നിമൂലയാണ്, ഇവിടെ ടോയ്ലറ്റ് വരാൻ പാടുള്ള വലിയ ദോഷമാണ്. അത് മൂലയാണ്, പക്ഷെ കന്നിമൂലയാണെന്നില്ല. കാരണം കന്നിമൂല എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും കൂടെ സന്ധിക്കുന്ന പോയിന്റാണ്. തെക്ക് വശവും തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നതാണ് കന്നി. അപ്പൊ ഈ നമ്മുടെ വീടിന്റെ തെക്ക് വശം, നമ്മുടെ വീടിന് ദിശാദോഷം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ദിശയിലേക്കാണെങ്കിൽ, കിഴക്കോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ കറക്റ്റ് ദിശയിലേക്കാണ് നമ്മുടെ വീട് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ലെന്നുണ്ട് ചിലപ്പോൾ 10 ഡിഗ്രി 20 ഡിഗ്രി ചിലപ്പോൾ 30 ഡിഗ്രി ഒക്കെ ചരിഞ്ഞ വീടുകൾ കാണും. ദിശയിൽ നിന്നും ചരിവുള്ള വീട്, ദിശാദോഷമുള്ള വീടുകൾ. അങ്ങനെ 30 ഡിഗ്രിയുള്ള ചരിവുള്ള വീടുകളിൽ നമ്മൾ കന്നിമൂല എന്ന് പറഞ്ഞാൽ കന്നിമൂല ആയിരിക്കില്ല. അവിടെ കന്നിമൂല അല്ല, അവിടെ വേറെ ചിലപ്പോൾ തെക്ക് മൂല, അവിടെ തെക്ക് മൂല, പടിഞ്ഞാറ് മൂല, വടക്ക് മൂല, കിഴക്ക് മൂല എന്ന് വരും. കാരണം നമ്മുടെ വീട് ചരിച്ചു വെച്ചുകൊണ്ട് ദിശ മാറില്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട് ചരിഞ്ഞിരിക്കുന്നു. നമ്മുടെ വീടിന്റെ ഫ്രണ്ടാണ് കിഴക്കെന്ന് പറയാൻ നോക്കില്ല. ചിലപ്പം കിഴക്ക് നമ്മൾ വിചാരിക്കും ഇത് കിഴക്കോട്ടാണ്, പക്ഷെ കിഴക്കോട്ടായിരിക്കില്ല. ചിലപ്പം ആ കിഴക്കെന്ന് പറയുന്ന ദിശ നമ്മുടെ വീടിന്റെ ദിശയിൽ നിന്ന് 20 ഡിഗ്രിയോ 25 ഡിഗ്രിയോ. അപ്പോൾ അത് കോമ്പസ് വെച്ച് നമുക്ക് മാഗ്നറ്റിക് കോമ്പസ് വെച്ച് കണ്ടുപിടിക്കണം ദിശാദോഷം എത്രയാണെന്ന്. അല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദിശ കറക്റ്റായിട്ട് കോമ്പസ് വെച്ച് നോക്കി കണ്ടുപിടിക്കാതെ നമ്മളൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ അത് വീടിന്റെ ദിശ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ദിശ എന്നുള്ളത്. അത് 10ാമത്തെ ചാപ്റ്ററാണ്. പതിനൊന്ന് ആത്മീയ ഘടകങ്ങൾ, സ്പിരിച്വൽ ആസ്പെക്ട്സ്. കാരണം ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കണക്കുകളും അതെല്ലാം ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ കണക്കുകൾ ആയം വ്യയം യോനി അതെല്ലാം അതിനകത്തുണ്ടെങ്കിലും അതിൽ പ്രധാനമായിട്ടൊരു ആത്മീയ ഘടകം അതിനകത്ത് വരുന്നുണ്ട്, ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് വരുന്നുണ്ട്. ആ സ്പിരിച്വൽ ആസ്പെക്റ്റും കൂടെ നമ്മൾ രണ്ടിൻ്റെയും കൂടെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് വാസ്തുശാസ്ത്രം. കാരണം നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ നമ്മളൊരു ഭൃഗിർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തത നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷ പുരന്ദര ബ്രഹ്മ കുമാരോ നന്ദിശക ശൗനകോ ഗർഗ ഏവജ വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. ആദ്യം നമ്മൾ തുടങ്ങിയത്, ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഈ ഒരു പ്രാർത്ഥന കൂടിയാണ്. ഈ പ്രാർത്ഥനയിൽ വാസ്തുശാസ്ത്രത്തെ എന്ന് പറഞ്ഞ ആ ഒരു വലിയ അറിവ്, ആ ഒരു വലിയ ഡിവൈൻ നോളജ്, ആ ദൈവികമായ അറിവ് നമുക്ക് വേണ്ടി തന്ന
ആചാര്യന്മാരെ സ്മരിച്ചുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്. ആചാര്യന്മാരുടെയാണ് ഈ ഭൃഗർ അത്രി വസിഷ്ഠൻ എന്ന് പറഞ്ഞ് ആ അവസാനം പറയുന്ന പിന്നെ അഷ്ടാദശൈത വിഖ്യാത, അഷ്ടാദശ, അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ദശം എന്ന് പറഞ്ഞാൽ 10, അഷ്ടാദശം 18, അഷ്ടാദശൈത വിഖ്യാത, വിഖ്യാതന്മാരായ 18 പേർ. ഈ അതായത് ഞാൻ പറഞ്ഞ ഭൃഗർ അത്രി വസിഷ്ഠൻ തുടങ്ങി 18 പേരുടെ പേര് ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ 18 ആചാര്യന്മാരാണ് ഈ പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്നും വാസ്യാസ്ത്രത്തിൻ്റെതായ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഗുണപ്രദമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായിട്ട് നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ 18 ആചാര്യന്മാരാണ്. അത് മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്. മത്സ്യപുരാണത്തിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണിത്. ആ മത്സ്യപുരാണത്തിൽ ഈ 18 ആചാര്യന്മാരുടെ പേര് പറയുന്നുണ്ട്. അപ്പൊ ഈ 18 ആചാര്യന്മാരെ സ്മരിച്ചുകൊണ്ട് വാസ്യാസ്ത്രം പരമായ ഏത് കാര്യവും നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ 3 പുസ്തകം ഇവിടുത്തെ ഡിപ്ലോമ കോഴ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞവർക്ക് ആ പുസ്തകം കിട്ടിക്കാണും. ആദ്യത്തെ പേജിൽ തന്നെ ഈ ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത എന്നുള്ള ആ ഒരു ശ്ലോകം അതിലുണ്ട്. ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട്. അപ്പം ആ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ 3 പുസ്തകമാണ് നിങ്ങൾക്ക് കിട്ടി. ഈ കോഴ്സ് ആദ്യമായിട്ട് ഈ കോഴ്സ് ചെയ്യുന്നവരായാലും ഉണ്ടെങ്കിൽ നേരത്തെ അതായത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ ഡിപ്ലോമ കോഴ്സിൽ ചേരാതെ വേറെ ഏതെങ്കിലും കോഴ്സിൽ ചേർന്നിട്ട് ഇവിടുത്തെ അഡ്വാൻസ് കോഴ്സിന് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് വരുന്നവരുണ്ടെങ്കിൽ ഈ 3 പുസ്തകങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാവും. കാരണം ബേസിക് കോഴ്സിൽ പഠിച്ച കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്, കംപ്ലീറ്റ് സിലബസ് ബേസിൻ്റെ. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഇവിടെ വരുത്തിയിട്ട് അത് ഇതിൻ്റെ കൂടെ തന്നെ അതും നോക്കിപ്പോകാം. അപ്പോൾ അത് ആത്മീയ ഘടകങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ആസ്പെക്ട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഞാൻ പറയാൻ കാരണം ഈ 18 ആചാര്യന്മാർ നമുക്ക് വേണ്ടി അവരെല്ലാം ഋഷിവര്യന്മാരായിരുന്നു. ഭാരതത്തിലെ ഭൃഗർ അത്രി വസിഷ്ഠൻ എന്നൊക്കെ പറയുന്ന ഭാരതത്തിലെ ഋഷീശ്വരന്മാരായിരുന്നു. അപ്പൊ അവർ നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ്, ഈ ഒരു വിഷയം, അല്ലെങ്കിൽ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു നോളജ്, അതിൽ അവർ ആത്മീയ ഗുരുക്കന്മാരായിരുന്നു. അപ്പൊ ആത്മീയത അതിനകത്ത് ഉണ്ടായിരിക്കാൻ സംശയമില്ല. ആത്മീയത ഇല്ല എന്ന് പറയുന്നത് ചില ആൾക്കാർ ഈ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവര് ഈ ആത്മീയമായ ഘടകങ്ങളൊന്നും നോക്കാതെ അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം അങ്ങനെയുള്ളത്. കാരണം അവർക്ക് ഈ ആത്മീയ കാര്യങ്ങൾ ചിലരൊക്കെ വേറെ ചില പിന്നെ വിശ്വാസങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷെ അവര് ഇതിൽ ആത്മീയ ഘടകങ്ങളിലൊക്കെ കംപ്ലീറ്റ് മാറ്റി നിർത്തിയിട്ട് പിന്നെ അതിൻ്റെ ശരിക്കുള്ള നോളജ് മാത്രം, അല്ലെങ്കിൽ ആ ടെക്നിക്കൽ നോളജ് മാത്രം, സാങ്കേതിക വശം മാത്രം നോക്കുകയും ആത്മീയമായ കാര്യങ്ങളെല്ലാം പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ അത് പൂർണ്ണമല്ല. ആ വാസ്യാസ്ത്ര പഠനം പൂർണ്ണമാകണമെങ്കിൽ സാങ്കേതികമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ആത്മീയമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് വാസ്തുശാസ്ത്രം. വളരെ ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. ഒന്നില്ലാതെ ആത്മീയമില്ലാതെ ടെക്നോളജി മാത്രം നോക്കുന്നതോ അല്ലെങ്കിൽ ടെക്നോളജി ഇല്ലാതെ അല്ലെങ്കിൽ പിന്നെ സാങ്കേതികത്വം ഇല്ലാതെ ആത്മീയം മാത്രം അങ്ങനെയുള്ളവരുണ്ട്. ഈ ചുറ്റൊന്നും നോക്കാതെ കുറെ മന്ത്രങ്ങളും അങ്ങനെ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അവർ ആത്മീയമായ ആ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, ടെക്നോളജി നോക്കുന്നില്ല. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ വാസ്തുശാസ്ത്രം പൂർണ്ണമാകുള്ളൂ. നമ്മുടെ ഇവിടുത്തെ കോഴ്സിൽ ഇത് രണ്ടും ഒരുപോലെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ അതിൻ്റെ ആത്മീയ ഘടകങ്ങളാണ്, സ്പിരിച്വൽ ആസ്പെക്റ്റ് ആണ് 11ാമത്തെ ചാപ്റ്റർ വരുന്നത്. അതിൽ തന്നെ 1ാമത്തത് എന്ന് പറയുന്നത് പുതിയ വീട് വയ്ക്കുന്നതിനുള്ള ആചാരക്രമങ്ങൾ. അതിൻ്റെ ടെക്നോളജി അല്ലാതെ ചില ആചാരക്രമങ്ങളുണ്ട് പുതിയ വീട് വയ്ക്കുന്നതിന്. ആദ്യം എന്ത് വേണം, രണ്ടാമത് എന്ത് വേണം, മൂന്നാമത് അങ്ങനെ വാസ്തുശാസ്ത്രം പറയുന്ന ചില ആചാരക്രമങ്ങളുണ്ട്. അത് ആത്മീയ ഘടകങ്ങളിൽ വരും. അതിനകത്ത് ആയം വ്യയം അങ്ങനത്തെ ഒന്നും വരില്ല. അതൊക്കെ നമ്മുടെ ടെക്നോളജിയിൽ വരുന്നതാണ്, സാങ്കേതികത്വത്തിൽ വരുന്നതാണ്. അത് ആത്മീയത്തിലാണ് ആചാരങ്ങൾ, ചില ആചാരങ്ങളുണ്ട്. ബി, ആത്മീയ ശക്തി. നമുക്കൊരു ആത്മീയ ശക്തി വേണം. ഇത് പറയുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര തിയറി പഠിച്ചു കഴിഞ്ഞാലും, നല്ലപോലെ തിയറി പഠിച്ചുകൊണ്ടിരിക്കട്ടെ, ഇതൊക്കെ പഠിച്ചു ഈ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെങ്കിൽ നിങ്ങളത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം പല ദോഷങ്ങളും ഉള്ളത്, പല നെഗറ്റീവ് എനർജി, ഈ നെഗറ്റീവ് എനർജി കാരണമാണ് ഈ പല ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ നെഗറ്റീവ് എനർജിയുടെ ആ ഒരു ചിലപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ പോയി വാസ്തു കറക്ഷൻ ചെയ്യുമ്പം നമുക്ക് ആ നെഗറ്റീവ് എനർജി കൊണ്ട് ചിലപ്പോൾ ദോഷങ്ങൾ ഉണ്ടായെന്ന് വരാം. ആ വീട്ടിലുള്ള നമ്മൾ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ നോക്കുമ്പം ആ പോകുന്ന നെഗറ്റീവ് എനർജി നമുക്ക് ചിലപ്പം ദോഷങ്ങൾ ഉണ്ടാക്കിയത്. കാരണം അവർക്കങ്ങ് ഇറങ്ങി പോകാൻ ചിലപ്പോൾ താല്പര്യം കാണില്ല ആ നെഗറ്റീവ് എനർജിക്ക്. അപ്പോൾ ആ നെഗറ്റീവ് എനർജിയെ വെളിയിലേക്ക് ഇറക്കാൻ
ചെല്ലുന്ന നമുക്ക് ചില ദോഷങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളുടെ ആത്മീയ ശക്തി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആത്മീയ ശക്തി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിക്ക് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ചില മെഡിറ്റേഷൻസ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആത്മീയ ശക്തി എന്നുള്ളതിനകത്ത് ആ മെഡിറ്റേഷനൊക്കെ ഉള്ള പ്രാധാന്യമുള്ളതാണ് ആത്മീയ ശക്തി. അപ്പോൾ അതിനകത്തൊരു മെഡിറ്റേഷൻ പ്രത്യേകമായിട്ടൊരു വാസ്തു മെഡിറ്റേഷനൊരു മെഡിറ്റേഷനുണ്ട്. ആ വാസ്തു മെഡിറ്റേഷൻ നിങ്ങൾ ദിവസവും ചെയ്താൽ ഏറ്റവും നല്ലതല്ലേ. വല്ലപ്പോഴും ആഴ്ച ഒരിക്കലും നിങ്ങൾ ഈ വാസ്തു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാമെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളെ നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല. അതിനെ ചെറുക്കാനുള്ള ഒരു ആത്മീയ ശക്തി നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അത് ആ ആത്മീയ ഘടകങ്ങളിൽ വരുന്നതാണ്. അങ്ങനെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലും അത് കഴിഞ്ഞ് ചെന്നൈയിലുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫെങ്ഷി വാസ്തുവിലും അതുപോലെ വേദവിജ്ഞാൻ മഹാവിദ്യാപീഠം എന്നാണ് ശ്രീ രവിശങ്കറിന്റെ ആശ്രമത്തിലുള്ളത്. ഞാൻ പറഞ്ഞ ഇവിടെ 3 ഞാൻ വാസ്തുശാസ്ത്രം പഠിച്ചതാണ്. ഈ 3 ഈ ആത്മീയ ശക്തിയെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ വരുന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആത്മീയ ശക്തിയെ പറ്റിയുള്ള ഒരു അറിവ് ഈ ആത്മീയ ഘടകങ്ങൾ എന്നുള്ളതിനകത്ത് തരുന്നുണ്ട്. അപ്പോൾ ആത്മീയ ശക്തി അത് ശ്രദ്ധിക്കാം. നമുക്ക് ആത്മീയ ശക്തി ഉണ്ടാകാനും അത് നിലനിർത്താനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് വെറും ഒരു ടെക്നിക്കൽ മാത്രമല്ല, അത് ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ആത്മീയ ഘടകങ്ങൾ എന്നുള്ളത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് ചാപ്റ്റർ വാസ്തു രഹസ്യങ്ങൾ, സീക്രട്സ് ഓഫ് വാസ്തു. ഇത് വലിയ സീക്രട്ട് എന്നൊക്കെ പറയുന്നെങ്കിലും സാധാരണ ആരും അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്നാലും അത് വലിയ സീക്രട്ടൊന്നും അല്ല. അത് പൊതുവെ വാസ്തു രഹസ്യങ്ങൾ എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. കാരണം ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ദോഷം, ഒരു വീടിന് കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഇല്ലെങ്കിൽ ഇന്ന ദോഷം വരും എന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നെങ്കിലും ആ ദോഷം വരണമെന്നില്ല. കാരണം അതിന് വേറെ ചില കണ്ടീഷൻസ് കൂടെ ഉണ്ടെങ്കിൽ ചില ദോഷങ്ങൾക്ക് കാരണമായ ഘടകം ഒരു വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ദോഷം അവിടെ എഫക്റ്റ് വന്നില്ലെന്ന് വരാം. അതിന് ചില ഘടകങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഈ വാസ്തു രഹസ്യങ്ങൾ എന്നുള്ളതിനകത്ത് വരും. ഇതാണ് നമ്മുടെ ഇതുകൊണ്ട് നമ്മുടെ ഇത് സിലബസ് കഴിയും. ഇനി നമുക്ക് ഏതാണ്ട് 9:30 നമ്മുടെ സംശയങ്ങളുടെ സമയമാണ്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ സിലബസ് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ തുടങ്ങും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ റിവിഷൻ തുടങ്ങും. ഫസ്റ്റ് ചാപ്റ്റർ അതാണ് റിവിഷൻ. ആ റിവിഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജനറലായിട്ട് ഇത് രണ്ടും നമ്മൾ ഓരോ ദിവസവും ക്ലാസ് കഴിയുമ്പം നിങ്ങൾക്ക് അന്നത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ, ഇല്ലെങ്കിൽ ജനറലായിട്ട് വാസ്തുപരമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം.